ടീച്ചർ സാറിനെ പോലെയുള്ളവരാണ് നമുക്ക് മാർഗദർശികൾ. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പാൽഗുൻ ജോസി വന്നിട്ടുണ്ട്, ജോയി വന്നിട്ടുണ്ട്, ഇവിടെ കോരത്തോട് ജോയി വന്നിട്ടുണ്ട്, സിസിലിക്കുട്ടി വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. ജോസിയായിട്ട് ഈ രീതി കൃഷി ചെയ്യുന്ന ആളാണ്, നെൽകൃഷി ചെയ്യുന്ന ആളാണ് മറ്റക്കരയിൽ. അതുപോലെ തന്നെ ജോയി ഇതിൻ്റെ ഒരു പ്രചാരകനാണ്. കോരിത്തോടുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. നമുക്ക് ഇതല്ലാതെ ഒരു മാർഗമില്ല രക്ഷപ്പെടാൻ. പ്രകൃതി കൃഷി അല്ലാതെ വേറെ ഒന്നുമില്ല, നത്തിങ് എൽസ്. അത് വളരെ ഒരു 10-15 വർഷത്തെ നമ്മളുടെ പരിചയവും നമ്മളുടെ അനുഭവവും വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. പോയ കാലാവസ്ഥയെ തിരിച്ചു പിടിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജൂറിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതം. നമ്മൾ എടുക്കുന്നില്ല, അതാണ് നമ്മുടെ അത്ഭുതം. ഓക്കെ, ഞാൻ കുമാർജിയെ വിളിക്കുകയാണ്. ബാക്കിയൊക്കെ പറഞ്ഞു ഞാൻ കിട്ടിയല്ല കേട്ടോ. എനിക്ക് ഒരു 10-11 വർഷം മുന്നേ എൻ്റെ ഒരു അനുഭവം ഓർമ്മ. അന്ന് ഡൽഹിയിൽ 10ാമത് കർഷക സമ്മേളനം നടക്കുന്ന ഒരു വേദിയിൽ എനിക്ക് ക്ഷണം കിട്ടി. തമിഴ്നാടിൻ്റെ പ്രതിനിധി കർഷകൻ എന്നുള്ള എനിക്കൊരു അവസരം കിട്ടി. ഏതാണ്ട് 12,000-ഓളം കർഷകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കർഷകരെ കണ്ടപ്പോൾ ഇവിടെ 2000 ഇല്ലെങ്കിലും ഉള്ളവരെല്ലാം ആ 2000-ന് തുല്യമാണ് ഒരു കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു 50-60 വയസ്സിന് മുമ്പ് 40 വയസ്സിന് ചോടിയ ഒരാളുണ്ടോ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പോലും കൈപൊക്കിയില്ല. ഞാൻ ശിശുവിനാണെങ്കിലും ഒരു ചോദ്യം അവിടെ ഉന്നയിച്ചു. അത് സർക്കാർ നേരിട്ട് ആ പ്രോഗ്രാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദി കൂടിയായിരുന്നു. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ കൃഷിമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ഈ ഒരു അവസ്ഥ കാണുന്നില്ല. ഞങ്ങളെല്ലാം ഏതാനും വർഷം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഒരു നോക്കുകുത്തിയുടെ അവസ്ഥയാണ്. അതായത് ഒരു ദിശാപ്രകം പോലെ നമുക്ക് പറയാനേ പറ്റുള്ളൂ ഞാൻ എന്നെ വിളിച്ച് പോകുകയാണ്. പക്ഷെ ആ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിലാണ് വൃദ്ധരായ നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ കാലശേഷം ഭക്ഷണം വേണ്ട എന്നാണോ സർക്കാർ കരുതുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്? ഇതായിരുന്നു എൻ്റെ ഒരു സംശയം. പക്ഷെ എന്താണെങ്കിലും അത് ആ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് എത്തേണ്ട അടുത്ത് എത്തുകയും ഉടനെ തന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ DD ചാനലിലൊക്കെ പരസ്യം വരുന്നത് കാർഷിക സംബന്ധിയായി അത്തരം പരസ്യത്തിലൊരു വ്യത്യാസം വന്നു. ചെറിയ കുഞ്ഞുങ്ങളെ ടെക്നിക്കലായുള്ള കാര്യങ്ങൾ ചെയ്യാൻ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ കണ്ണു കാണാത്ത പ്രായം ചെന്ന കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു പരസ്യമായിട്ട് വന്നു. അപ്പോൾ എനിക്കതിനൊരു ലെറ്ററും വന്നു. നിങ്ങളുടെ കമൻറ്റിനെ വളരെയധികം സ്വാഗതം ചെയ്തിരിക്കുന്നു, കൃഷി വകുപ്പ് അത് പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ഒരു വിഷയം അന്ന് ആ സമയത്ത് അതായത് 2012 ഡിസംബർ 10-നാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വളരെ അത്യാവശ്യം പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ചുമതലയായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെയുണ്ട്, അയച്ചിട്ടുണ്ടല്ലോ. സ്റ്റാലിനെ കൊണ്ട് തമിഴ്നാട് സംസ്ഥാനത്ത് പ്രകൃതി കൃഷി നടപ്പിലാക്കാൻ വേണ്ട പ്രോജക്റ്റ് തയ്യാറാക്കാൻ പ്രേരിപ്പിച്ച ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയേണ്ടല്ലോ. ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മളൊരിക്കലും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു കർഷക മുന്നേറ്റം നമുക്ക് സാധ്യമല്ല. പക്ഷെ സർക്കാരിൻ്റെ ചില നയങ്ങളോട് നമുക്ക് യോജിപ്പുണ്ടാവുകയില്ല. പക്ഷെ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, നമുക്ക് കർഷകർക്ക് ദോഷം വരുന്ന നിയമങ്ങളെ എടുത്തു മാറ്റാനും കർഷകർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാക്കാനും നമ്മൾ അവരുടെ കൂടെ നിന്നാൽ തീർച്ചയായിട്ടും ഇതൊരു വിജയമുണ്ടാകും. കാരണം ഒരു ഏതാനും വർഷത്തെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം കൃഷി വകുപ്പ് എന്ന് പറയുന്നത് അതൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഇവിടെ അതിൻ്റെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോട് ദേഷ്യം തോന്നിയായിരിക്കും. ഞാൻ അവരോടത് എന്നോട് ദേഷ്യം തോന്നില്ല, പൊതുവായി ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയേണ്ട, പക്ഷെ അതിനോട് ഉദ്യോഗസ്ഥരുണ്ട്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞത് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താണ് വേണ്ടത് അത് അവരുടെ മുന്നിലെത്തിക്കുക. അത് നമ്മുടെ കൃഷിയുടെ, അതായത് കാർഷിക
ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ കാർഷിക നയങ്ങളിൽ ഭേദഗതി വരുത്തുക. അങ്ങനെ നമ്മുടെ പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ദോഷം വരാത്ത ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകുക. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞിരുന്നു സബ്സിഡിയുടെ കാര്യം. ഞാൻ സബ്സിഡി വാങ്ങിക്കുന്നതിനോട് കൂടുതൽ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുവരെ ഒരു വിവാദം ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് 2014 തോന്നുന്നു. ഞാൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നതെങ്കിലും എനിക്ക് 2 സ്റ്റേറ്റിലും കാർഷികമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ഒരു തുല്യ പ്രാധാന്യം കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള കർഷകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമുണ്ട്. അതൊരു റേഡിയോ പ്രോഗ്രാമായിരുന്നു. അത് നയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസർ രഞ്ജൻ കരിപ്പായി സാറായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു 8 പേരാണ് ഇതിലേക്ക് വരുന്നത്. 8 പേരോട് 3 റൗണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സബ്സിഡിയെ പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചു. സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടെ ഇരുന്നൊരു എന്നോട് ചോദിച്ചു, സർക്കാർ സബ്സിഡി നിങ്ങൾ എന്തിനാണ് അറിയുന്നത്, നിങ്ങൾക്ക് അത് നഷ്ടമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നഷ്ടമൊന്നുമില്ല. അപ്പോൾ അതിന് വീഡിയോ സാറ് ചോദിച്ചിട്ട് എങ്കിൽ ഞങ്ങളുടെ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കർഷകർ സബ്സിഡി അല്ല ആവശ്യം. നമ്മൾ വിളയിക്കുന്ന ആ ഉൽപ്പന്നത്തിന് നമുക്ക് നഷ്ടം വരാത്ത ന്യായമായ ഒരു വിലയാണ് കിട്ടുന്നത്. ആ വില നിശ്ചയിക്കാനുള്ള അവകാശം കർഷകനുണ്ടായിരിക്കും. അത് മതി, അതേ ആവശ്യമുള്ളൂ. ആ ഒരു സപ്പോർട്ടിങ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായാൽ ഒരു പൈസ കടന്നു കിട്ടുകയാണെങ്കിൽ കൃഷി ചെയ്യും. കാരണം വിളവ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ നഷ്ടമില്ലാത്ത പൈസ കിട്ടിക്കഴിഞ്ഞാൽ കർഷകൻ വീണ്ടും കൃഷി ചെയ്യും. നമ്മൾ സബ്സിഡി കിട്ടുന്നത് പലപ്പോഴും സബ്സിഡി വാങ്ങാൻ വേണ്ടി മാത്രം യജ്ഞം പോലെ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ യഥാർത്ഥ കർഷകർ അവിടെ നിന്ന് പുറത്തായി. അതായത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ ചെറിയൊരു കുഴപ്പം. അത് ഒരു വ്യക്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ എങ്കിലും ബഹുഭൂരിപക്ഷം കർഷകരും ഈ സബ്സിഡിയുടെ യഥാർത്ഥ ഫലം കിട്ടാനാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇത്രയും ആളുകളായി പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം. അത് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കുമാരൻ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭാര്യ, എനിക്ക് 2 മക്കൾ, ഒരു മകളുണ്ട്, മോനുണ്ട്, മരുമകളുണ്ട്, 4 പേരെ കുട്ടികൾ. ഇത്രയടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു കുടുംബം. അപ്പോൾ ഞാൻ ഈ കൃഷിയിലേക്ക് വരാൻ ഇടയായത് ഏതാണ്ട് ഇപ്പോൾ 13 വർഷമായി. ബത്തേരിയിൽ ഒരു സുഭാഷ് പാലേക്കമ്പിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു. അതിനുശേഷമാണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മുടെ കൃഷി വകുപ്പൊക്കെ ആയി ചേർന്ന് ധാരാളം സെമിനാറുകളിലും ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, പിന്നെ അതുപോലെ പതക്കേജിയിലും അതായത് പൂനെയിലൊക്കെ ഇത്തരം ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പൂനെയിൽ 8 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഒരു ദിവസം ക്ലാസ് എന്തായാലും വിഷയം നമ്മൾ കീടനാശിനിയും അല്ലെങ്കിൽ രാസവളവും അതുപോലുള്ള ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷമുണ്ട് എന്നുള്ളത് വിശദമായ ഒരു ദിവസത്തെ ക്ലാസ്. ആ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മളിതെല്ലാം ഉപയോഗിക്കുന്ന യാതൊരു അറിവുമില്ലാതെ വെറുതെ ഒരു നിയമമില്ലാതെ കൈകൊണ്ട് വാരി അളക്കുക, ഒഴിക്കുക, മിക്സ് ചെയ്യുക, മരുന്നടിക്കുക, യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ പതുക്കെ ആണെങ്കിലും നമ്മൾ ഓരോരുത്തരെയും കൊല്ലുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തിരിച്ചറിവുണ്ട്. അതിനുശേഷം ഞാൻ ഈ അതായത് റെഡ് ലേബൽ ഉള്ള കീടനാശിനി, അതാണോ ഏറ്റവും മാരകം, അത്തരം ആദ്യം നിർത്തി. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു അന്വേഷണം, ഈ കീടനാശിനികളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സുഭാഷ് പാലേക്കരയുടെ പ്രകൃതി കൃഷിയെ പറ്റി ഒരു അറിവ് കിട്ടിയത്. ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. 8 വർഷം അല്ല 8 ദിവസം ആ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ പാലേക്കരജി പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും മറന്നുപോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 8 ദിവസവും നിങ്ങൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ കൃഷിയിടത്തിൽ പോയി ആരംഭിക്കുക. ആരംഭിച്ചതിന് ശേഷം ചെറിയൊരു ഏരിയയിൽ തുടങ്ങിയാൽ മതി. നിങ്ങൾ 5 ഏക്കറോ 10 ഏക്കറോ 15 ഏക്കറോ 100 ഏക്കറോ കർഷകനായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ 5 സെൻറ്റിലോ 10 സെൻറ്റിലോ ചെയ്യും. നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ തുടർന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ മറന്നിരിക്കും. ഇത്രയായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാനും അധികം സ്ഥലത്തൊന്നും ചെയ്തില്ല. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയാണ് ചെയ്തത്.
പക്ഷെ കുറച്ച് കിടങ്ങളൊക്കെ വന്നു. എന്നാൽ എനിക്ക് നിരാശയൊന്നും ഉണ്ടായില്ല. രണ്ടാമത് വീണ്ടും ചെയ്തു, കുറച്ചും കൂടെ വെച്ച് കിട്ടി. അങ്ങനെ ഓരോ വർഷം ചെയ്തതോറും നമ്മുടെ കൃഷിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മണ്ണ് കേവലം മണലും ചുവന്ന മണ്ണും കുറച്ച് കല്ലും അല്ല, അത് ശരിക്കും ജീവനുള്ളതാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടത് മുഴുവൻ ഈ മണ്ണിലുണ്ട്. അതായത് ഈ ലോകത്തെ ജീവജാലങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കാതെ കൃഷി ചെയ്യുക എന്നുള്ള പാടാണ് നമുക്ക് കിട്ടും. അത് ശാസ്ത്രീയമായി ഇങ്ങനെ ഒരു അധ്യാപകൻ പറയുന്ന പോലെ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ കൃഷിയിൽ നിന്ന് കിട്ടിയ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു കർഷകനാണ്. നിങ്ങളൊക്കെ എന്നെ മുന്നിലിരിക്കുന്നവരെല്ലാവരും പക്ഷേ നല്ല നിലയിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരായിരിക്കും, കൂടുതൽ അറിവുള്ളവരായിരിക്കും. പക്ഷേ എങ്കിലും എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നോട് അത് ഉപദേശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും അതും എനിക്ക് ആവശ്യമാണ്. എങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ഇതിനെല്ലാം ഉണ്ടായപ്പോഴും സർക്കാരിനെ എപ്പോഴും നമ്മൾ കൂടെ നിർത്തണമെന്ന് പറയാനുള്ള കാരണം സാർ അവിടെ ക്ലീൻ ചെയ്ത് പറഞ്ഞില്ല, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കർഷകർക്കും ISROയും തമ്മിൽ എന്താ ബന്ധം ചോദിക്കും. പക്ഷേ കഴിഞ്ഞ വർഷം ISROയുടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടുത്തെ സെലക്ട് ചെയ്ത കുറച്ച് കർഷകരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അപ്പം ഇവിടെ ഇതെല്ലാം കേട്ടപ്പം എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. കാരണം അതിനകത്തുള്ള എല്ലാവരും ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ പൊട്ടൻ നാട്ടം നടന്ന പോലെ കുറേശ്ശെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവർ തമിഴ് സംസാരിക്കുന്ന പിന്നെ സീതാലക്ഷ്മി മാഡം പറയും. അപ്പോൾ അവരോട് ഞാൻ തമിഴ് ചോദിച്ചു, ഈ കൃഷിയും ISROയും തമ്മിൽ എന്താണ് ബന്ധം, ഞങ്ങൾ കൃഷിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ആ ചോദിച്ചതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. തമിഴ് വളരെ വ്യക്തമായിട്ട് ഒരു അരമണിക്കൂറോളം ഇതിനെപ്പറ്റി അവർ ജീവിച്ചു വന്നു. അപ്പോൾ അതിൽ മനസ്സിലായൊരു കാര്യം, നമ്മൾ ഇത്തരം പ്രകൃതി കൃഷി ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ അതായത് നമുക്ക് നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മുടെ രാജ്യം വളർന്നുള്ളൂ. അല്ലെങ്കിൽ രാജ്യം ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം കൂടിയാണ് ഈ പ്രകൃതി കൃഷി. കാരണം നമ്മുടെ പ്രകൃതിയിലെ ഞാൻ ഈ ഡൽഹിയിലെല്ലാം പോയപ്പോൾ കണ്ടൊരു കാര്യം, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മൂക്കിന് ചുറ്റും എരിയാൻ തുടങ്ങി, കണ്ണിനെല്ലാം നീളം അനുഭവപ്പെടും. ഡൽഹി വിട്ടാൽ ഒരു കുഴപ്പമില്ല, കാരണം അത്രയും പൊല്യൂഷനാണ് അതിന് കാരണം. അപ്പോൾ ഇതെല്ലാം കുറയണമെങ്കിൽ ധാരാളം മരങ്ങൾ വെച്ച് വളർത്തണം, നല്ല ശുദ്ധവായു ലഭിക്കണം. അപ്പോൾ കർഷകരുടെ ഒരു പങ്ക് ഇതിന് അത്യാവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു അന്ന് ഞങ്ങളെ എടുക്കുന്ന ഈ ക്ലാസ്സിനെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പദ്ധതി വിജയിക്കണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും 2 ദിവസത്തിൽ കൃഷിക്കാർ മാത്രം വലിയ കൃഷി ചെയ്യാൻ ഒരിക്കലും പോരാ. അപ്പോൾ ഇവിടെ അധ്യാപകരുണ്ടാകാം, എഞ്ചിനീയർമാരുണ്ടാകാം, അതുമല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ടാകാം, അതുപോലെ പഞ്ചായത്ത് തലത്തിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് മാത്രമേ നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, കർഷകൻ ജോലി ചെയ്യുന്ന കർഷകരുടെ എണ്ണത്തിൽ കുറവാണെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം ഒരു കൃഷി ചെയ്യുന്നുണ്ട്, ആ കൃഷിയുടെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷം എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കാനും അതുപോലെ നമ്മുടെ മക്കളെയും കൃഷിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞത് ചെയ്യുന്നത്, വീട്ടിലൊരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ആ അടുക്കളത്തോട്ടത്തിൽ വിത്ത് ഇടുമ്പോൾ കൊച്ചുമോനെ അത് വിളിക്കുക, കൊച്ചുമോനെ കൊണ്ട് വിത്ത് കഴിക്കുക, അവരെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുക, അവരെ കൊണ്ട് അത് സംരക്ഷിക്കാൻ അവരുടെ കാവൽക്കാരാക്കുക, അത് വിളയെടുക്കുമ്പോഴും അവരെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കുറേശ്ശെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും കൃഷി എന്താണ്, കൃഷി കൊണ്ടുള്ള ഗുണം എന്താണ്, അതിൻ്റെ ഫലം ചെയ്യുമ്പോൾ അവർക്കത് ബോധ്യപ്പെടും. അപ്പം അങ്ങനെ നമ്മളും ആ ഒരു പ്രവൃത്തി എല്ലാവരും ചെയ്യണം. ആരെങ്കിലും മറന്നു പോയെങ്കിൽ അത് ഇനിയെങ്കിലും തുടരണം. കാരണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ച് കാലമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊച്ചുമക്കൾ എപ്പോഴും എവിടെയായിരിക്കും? നമ്മുടെ വീട്ടിൽ AC ഉണ്ട്, അല്ലെങ്കിൽ നല്ല ബംഗ്ലാവുണ്ട്, പക്ഷെ ഇവിടെ ആരും പിള്ളേർ കിടക്കില്ല. പിള്ളേർക്ക് കിടക്കാൻ ഏറ്റവും നല്ല സ്ഥലം വേറെ ഒന്നും കാണില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത്. കാരണം നമ്മുടെ ഹരിത വിപ്ലവം കഴിഞ്ഞപ്പോൾ പട്ടിണിയിൽ നിന്ന് നമ്മൾ മോചനം നേടി, പകരം നമ്മൾ ആശുപത്രിയിൽ അവരും പ്രാപിച്ചു. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് കിട്ടിയ നേട്ടം. അപ്പോൾ അത് തിരിച്ച് പിടിക്കേണ്ട ഒരു ആവശ്യമാണ്. ഒരു കാലത്ത് വന്ന ഒരു തെറ്റിൽ നിന്ന് പഠിച്ച പാഠം നമ്മൾ ഉൾക്കൊണ്ട് വീണ്ടും നമ്മുടെ കൃഷിയെ സ്നേഹിച്ച് കർഷകരെ ആദരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി നമുക്ക് ഈ കൃഷിയുടെ
ഗുണവും ദോഷത്തെപ്പറ്റി ഒന്ന് താരതമ്യം ചെയ്യാം. അതായത് നമ്മുടെ നാച്ചുറൽ ഫാമിംഗ്, പ്രകൃതി കൃഷി ചെയ്തുണ്ടാകുമ്പോൾ ആദ്യത്തെ ഒരു ഗുണം ഒന്ന്, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടും. തന്നെയല്ല, പ്രകൃതി കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ തമ്മിൽ സൗഹൃദവും സ്നേഹവും സന്തോഷവും സമാധാനമുള്ള കുടുംബമായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. അത്തരം കുടുംബങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾ പലതരത്തിൽ പഠനം നടത്തുന്നുണ്ടല്ലോ സർക്കാർ. ഈ നാട്ടിലെ, അതായത് കുറ്റവാസനയുള്ള ജനങ്ങളുടെ എണ്ണം പോലും കുറയ്ക്കാൻ ഈ പ്രകൃതി കൃഷി സാധിക്കും. കാരണം പ്രകൃതി കൃഷി മനസ്സുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടാത്ത യാതൊരു ചിന്തയ്ക്ക് സമയം കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത നല്ല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അതിലേക്ക് ഇറങ്ങുന്ന ഒരു സമൂഹം നാടിന് ഒരു എന്താ പറയുക പ്ലസ് പോയിന്റ് അതാണ്. രണ്ടാമത്, വിഷമില്ലാത്ത ഭക്ഷണം, അത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. പിന്നെ ഈ ഇത്തരം കൃഷി ചെയ്യുന്ന ഒരു പ്രദേശത്തു നിന്ന് ഒഴുകുന്ന നീരൊഴുക്ക് 100% ശുദ്ധമായിരിക്കും. ഏത് ലബോറട്ടറിയും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ വെള്ളത്തിൻ്റെ യാതൊരുവിധ ദോഷങ്ങളും കാണില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ pH ലെവൽ പറയുന്നത് കൃഷിക്കാണെങ്കിലും നമ്മൾ കുടിക്കുന്നതിനാണെങ്കിലും അത് ന്യൂട്രലാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ അതുപോലെ മണ്ണിൻ്റെ ഒരു ഘടനയുണ്ട്. അതായത് എന്താ പറയുക, സോയിൽ കാർബണിൻ്റെ ലെവല് നമ്മൾ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്ന ഒരു കാലത്ത്, അതായത് 5% അതിന് മുകളിലൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് പല തോട്ടങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ 1% താഴെയാണ്. 1% താഴെ എന്ന് പറയുമ്പം മണ്ണിന് വേണ്ട ഒന്നും തന്നെ അതിനകത്തില്ല. അതായത് വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷിയില്ല, മണ്ണിലെ സൂക്ഷ്മജീവികളെ പിടിച്ചു നിർത്താനുള്ള ശേഷിയില്ല. അങ്ങനെ എങ്ങനെ നോക്കിയാലും മണ്ണിന് വേണ്ട ഘടനകൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുമ്പോൾ അതിനകത്ത് വളരുന്ന സസ്യങ്ങൾക്ക് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രകൃതിയെ മാത്രം ആശ്രയിക്കും. പ്രകൃതി മാത്രമല്ല, പ്രകൃതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം സൂര്യനും മഴയും മണ്ണും, അതിനോടൊപ്പം നമ്മുടെ സൂക്ഷ്മമൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്കൊരു നാടൻ കൃഷി ആവശ്യമാണ്. ഇതും കൂടെ ചേർന്നാലാണ് പ്രകൃതി കൃഷി പൂർണ്ണമായിട്ട് വിജയിക്കുന്നത്. പിന്നെ കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയാറുണ്ട്, ഞാൻ 5 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ കൃഷി ചെയ്യുന്നു, എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഗൾഫിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അധ്യാപകനാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഇതിൻ്റെ വരുമാനമുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ എന്നെ ഓരോ അവാർഡിന് സെലക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു പ്രത്യേക പരിഗണന വെച്ചു. കർഷകൻ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവരായിരിക്കണം, കൃഷി മാത്രം വരുമാനമുള്ളവരായിരിക്കണം. മാത്രമല്ല, കൃഷി ചെയ്ത് കർഷകൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. എങ്കിലാണ് പൂർണ്ണമായും കർഷകൻ എന്നുള്ള ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് കേൾക്കുന്ന ഓരോ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അതുപോലുള്ള കർഷകരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അവരാണ് ഈ നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള യത്നത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കുറവ്, പ്രായം കൂടുതലായത് ഒരു ദോഷമല്ല. നമ്മൾ ജനിച്ച് കഴിഞ്ഞാൽ പ്രായമുണ്ടാകും. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയെ അതിലേക്ക് വഴി തിരിച്ചു വിടാനുള്ള ഒരു സമയമായി. ആ സമയം നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുക. നമ്മളെല്ലാവരും കഴിവുകളാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എണ്ണത്തിലോ അല്ലെങ്കിൽ പ്രായത്തിലോ നമ്മളൊട്ടും നിരാശപ്പെടേണ്ടതില്ല. ആ ഒരു ശേഷിയിലേക്ക് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തെ കണ്ടു, പ്രായം കഴിഞ്ഞ ഒരാളെ. അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ അവരായിരിക്കണം ഇനി മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ശേഷിയുള്ള ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കാര്യങ്ങൾ ഞാനൊരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പരസ്പരം ഒരു സംവാദം എന്നുള്ളതായിട്ട് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം അത് മാത്രം പറയാതെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളങ്ങ് പറയാം. അപ്പോൾ അത് കഴിയുമ്പോൾ വരും, പക്ഷേ അതിനുള്ള ഉത്തരം കൂടെ വരും. കുഴപ്പം. അപ്പോൾ പ്രകൃതി കൃഷിയിലെ കീടങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്ന് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആദ്യം മുതലൊന്ന് തുടങ്ങാം. അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നേരിട്ട് ചോദിച്ചോട്ടെ, ഞാൻ അതോ പറയാൻ വിട്ടുപോയാൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ പ്രകൃതി കൃഷി നമ്മൾ തുടങ്ങുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു
പശുവിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ കൃഷി തുടങ്ങുന്നത്. അപ്പോൾ പ്രകൃതി കൃഷിയുടെ ഒരു തത്വം ഒന്നിനെ നശിപ്പിച്ച് ഒന്നിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നില്ല. പക്ഷേ അതിൽ ഒരു പ്രധാന പങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും, നമ്മുടെ വളത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൂക്ഷ്മാണുക്കളെല്ലാം ലഭിക്കുന്നത് സൂക്ഷ്മജീവികളുടെ സഹായത്താലാണ്. ഈ സൂക്ഷ്മജീവികളാണ് നമ്മുടെ എല്ലാ വിളകൾക്കും കൃത്യസമയത്ത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി കൃഷിയിലെ വാഴയ്ക്കൊരു വളം, ഇഞ്ചിക്കൊരു വളം, അല്ലെങ്കിൽ തെങ്ങിന് മറ്റൊരു വളം, കവുങ്ങിന് മറ്റൊരു വളം, ഇങ്ങനൊരു സമ്പ്രദായമില്ല. അതായത് സമ്പുഷ്ടമായ മണ്ണിൽ നമുക്ക് പ്രാദേശികമായി ഓരോ പ്രദേശത്തും വളരുന്ന എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വിളയ്ക്കും പ്രത്യേകം വളമിടേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മണ്ണിൻ്റെ pH, മണ്ണിലെ സോയിൽ കാർബൺ, അതായത് മണ്ണിലുള്ള അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ ലെവൽ, ഇത് രണ്ടും ആനുപാതികമായി കൃത്യമായി നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ വിളകൾക്കും വേണ്ട എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതായത് സോയിൽ കാർബൺ ഏറ്റവും കൂടുതലുണ്ടാകുമ്പോൾ ഹ്യൂമസ് മണ്ണിൽ ധാരാളം ഉണ്ടാകും. ഹ്യൂമസ് ധാരാളം ഉണ്ടാകുമ്പോൾ മണ്ണിൽ ഈർപ്പം ക്രമീകരിക്കാൻ കഴിയും. അതായത് അധികം വെള്ളം വരുമ്പോൾ അത് താഴോട്ട് പോവുകയും വെള്ളം കുറയുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നനവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ നമ്മളധികം വെള്ളമൊഴിച്ച് നനച്ച് പമ്പ് ചെയ്ത് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്നത്. പിന്നെ ഈ കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ മണ്ണൊരുക്കുന്ന ഒരു ഘടനയുണ്ട്. ഏത് കൃഷി ആയിക്കോട്ടെ, മണ്ണൊരുക്കാൻ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്, ഇപ്പോൾ ജീവാമൃതത്തിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്ന ബുക്ക്ലെറ്റിലത് അതെ സാറിന് പറഞ്ഞോളൂ. ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പേരയുണ്ട്, അതായത് ഒരു നീലപ്പേര എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരയ്ക്കൊക്കെ നല്ല മധുരമുണ്ട്. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ പേരയ്ക്കൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇലകൾക്കെല്ലാം ഈ വെളുത്ത മുഞ്ഞ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇതെന്താ ഒരു പരിഹാരമില്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ ആ സാറിനോടൊരു മറുപടി പറഞ്ഞു, ഈ മുഞ്ഞ വന്ന് കയറിയാലാണ് മുഞ്ഞ തിന്നാനുള്ളൊരു ജീവി വരുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു തരി വെല്ലം എവിടെയെങ്കിലും ഒന്ന് തേച്ച് വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഉറുമ്പ് വരും. ഉറുമ്പ് വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ പല്ലി വരും. പല്ലി വന്ന് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ പൂച്ച വരും. പൂച്ച വന്ന് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ പട്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വരണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു പൊട്ട് വെല്ലം അവിടെ വെച്ചപ്പം ഇതിൻ്റെ മണം കൊണ്ട് ആദ്യം ഉറുമ്പ് വന്നു. എന്നപോലെ തന്നെയാണ് പ്രകൃതി കൃഷിയിലെ ഈ കീടങ്ങളെ കൺട്രോൾ ചെയ്യുക. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ജീവികളുണ്ട്. അതിൻ്റെ വംശം തീരെ ഇല്ലാതാവുമ്പോൾ നമ്മുടെ കൃഷിയെ ബാധിക്കും. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോൾ ഒന്നും അധികം ഉണ്ടാവില്ല. ഒരു പ്രാണി പോലും ഒരില പോലും തിന്നരുതെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് തെറ്റാണ്. കാരണം ആ ജീവിയും ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളതാണ്. പക്ഷെ അവർ കുറച്ചില തിന്നാലും അവരിലൂടെ മറ്റു കുറേ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു എതിർപ്രാണി ഉണ്ടാവണമെങ്കിൽ ഒരു പ്രാണി ഉണ്ടാവണം. കാരണം അതിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു തത്വം. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മളൊന്നും ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുക, കുറേ ജീവികളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഏറ്റവും താഴേന്ന് ചെറിയ എലി, പ്രാണി, ഇതിനെല്ലാം തിന്നുന്ന, ഇപ്പം പ്രകൃതി കൃഷി ചെയ്യുന്ന നമ്മുടെ കൃഷിയിടത്തിൽ വരുമ്പോൾ പലരും ചോദിക്കും, ഇവിടെ പാമ്പുണ്ടാവുമെന്ന് ചോദിക്കും. പലർക്കും ചവിട്ടാൻ പേടിയാണ്. കാരണം പറമ്പിലൊക്കെ കാടും
ഇതൊക്കെ കാണും. അപ്പോൾ ഞാൻ പറയും പാമ്പുണ്ടാവും എന്ന് വെച്ചിട്ട് പേടിക്കണോ? ഇല്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ പാമ്പിനെ പറ്റി പേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പാമ്പുണ്ടാകും, പാമ്പ് ഞങ്ങളെ കാണുമ്പോൾ മാറിപ്പോകും. പാമ്പിനെ നമ്മൾ കയറി ചെട്ടി ഒരു പക്ഷേ കടിക്കുകയായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ പാമ്പ് കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ മറ്റൊരു ജീവിയുണ്ട്, അതായത് കീരിയുണ്ട്. കീരിയുള്ളതിനെ പാമ്പ് പിടിക്കും, പാമ്പിനെ പിടിക്കാൻ കീരിയുണ്ട്. അങ്ങനെ ഓരോ ജീവികളും നമ്മുടെ കൃഷിയിടത്തിലുണ്ടാകുമ്പോൾ ഇതൊന്നും പരിധിയിലധികം ശല്യം ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ എലി ചില സമയത്ത് ശല്യമായിരിക്കും, ചില സമയത്ത് എലി ഒരുപാട് സഹായം ചെയ്യും. പറമ്പ് മുഴുവനും കുത്തി ഇളക്കി നമ്മൾ ഒരു ചെറിയ ടില്ലർ വെച്ച് ഉഴുതുന്ന ഫലം കിട്ടും. പക്ഷെ അപ്പോൾ അന്നേരം ചോദിക്കും നമ്മളെന്തെങ്കിലും നട്ടാൽ എല്ലാം എലി തിന്നില്ലേ എന്ന് ചോദിക്കും. അവിടെയും സംവിധാനമുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട വിളകളുടെ ചുവട്ടിൽ നല്ല കമ്പ് കുത്തി അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങോട്ട് എലി പോകില്ല. ബാക്കിയുള്ള സ്ഥലം എലി കുത്തിക്കോട്ടെ. കാരണം ഈ പ്രകൃതി കൃഷിയിൽ നമ്മൾ ജീവാമൃതം നമ്മുടെ കൃഷിയിടത്തിലേക്ക് സ്പ്രേ ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. കാരണം 2-3 തരത്തിൽ ചെയ്യാം. നമുക്ക് കൃഷിയിടത്തിൻ്റെ വലിപ്പം അനുസരിച്ച്, കാരണം ഇന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പം 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം സാങ്കേതികവിദ്യ 100% തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു കൃഷിയല്ല പ്രകൃതിക്ക്. പക്ഷെ നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതായത് വിഷവസ്തുക്കൾ ഒഴിവാക്കുക, പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ മനുഷ്യന് ദോഷം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ജീവാമൃതം ഉണ്ടാക്കി വിളകളുടെ അല്ലെങ്കിൽ തോട്ടത്തിൽ നെടുകെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് വളരെ പതുക്കെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന അറിവും നമ്മളുടെ പ്രായം കൊണ്ടുണ്ടായ അവശതയും പുതിയ സാങ്കേതികവിദ്യ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം, ജീവാമൃതം നമ്മൾ കലക്കുന്നു. തൊട്ട് താഴെ നിന്ന് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ സോളാർ പമ്പ് ഉപയോഗിച്ച് മോട്ടർ വെച്ച് നമ്മളിതെല്ലാം അടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ജീവാമൃതം വെഞ്ചുറി വെച്ച് അടിച്ച് കൃഷിയിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. യാതൊരു പ്രയാസവുമില്ല. ഇതിൻ്റെ ചിലവ് വളരെ, അതായത് ഒരു പ്രാവശ്യത്തെ ചിലവേ വരുന്നുള്ളൂ. പിന്നീടെല്ലാം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടായി, പശു ഉണ്ടെങ്കിൽ ജീവാമൃതമായി. ഇത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുടങ്ങാതെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് വേണ്ട സകല സൂക്ഷ്മജീവികളും സൂക്ഷ്മവളങ്ങളും കിട്ടുന്നു. ഇനിയും ചിലർ ചോദിക്കും, ഈ സൂക്ഷ്മവളങ്ങളെല്ലാം ആവശ്യത്തിനുണ്ടോ? നമ്മൾ പറയുന്ന NPK കിട്ടുന്നുണ്ടോ? ഒരിക്കലും ചെടികൾക്കറിയില്ല ഇംഗ്ലീഷ് വായിക്കാൻ. ഒരു ചെടികൾക്കും അറിയില്ല നമ്മൾ കൊടുക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ പേര്. പക്ഷെ മണ്ണിൽ നിന്ന് ഇത് ആവശ്യത്തിന് വലിച്ചെടുക്കാൻ അറിയാം. അത് കൊണ്ടു കൊടുക്കാനുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായാൽ മതി. ഇതിൻ്റെ മുഴുവനും പേരും നമ്മൾ കാണാപ്പാഠം പഠിക്കണമെന്നില്ല. അത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേർ പഠിച്ചോട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. പക്ഷെ നമ്മളുടെ കണ്ണുകൊണ്ട്, നമ്മളുടെ കണ്ണാടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞായിക്കോട്ടെ, നമ്മുടെ പറമ്പിലുള്ള ഒരു വിളയാകട്ടെ, അതിന് ആവശ്യതയുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരമ്മയ്ക്കറിയാമല്ലോ ആ കുഞ്ഞിന് വിശക്കുന്നുണ്ട്, സമയമാകുമ്പോൾ പാല് കൊടുക്കണം, അത് വിളിച്ചു പറയണ്ട. അപ്പോൾ അത് ഈ 2 പേർക്കും തമ്മിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ കൃഷിയിലെ ഒരു കർഷകൻ്റെ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ന്യായമായ വിളവ് നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്നു. അത് ഉറപ്പായാൽ പോരെ. നമുക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ പ്രകൃതി കൃഷി കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തിനതിനെ ഉപേക്ഷിക്കണം? പിന്നെ പലരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. പ്രകൃതി കൃഷി നമ്മുടെ രാജ്യത്ത് വളർന്നു കഴിഞ്ഞാൽ വലിയൊരു കച്ചവട ലോബി അതിൽ നിന്ന് പുറത്താകും. കർഷകരെ ചൂഷണം ചെയ്യുന്ന, ഞങ്ങളാണ് കർഷകരെ രക്ഷിക്കുന്ന എന്ന് എപ്പോഴും ഘോരഘോരം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ ഒന്നും സഹായമില്ലാതെ കൃഷി ചെയ്യാം. നമുക്ക് വേണ്ടത് സ്വന്തമായ ഒരു മണ്ണ്, അല്ലെങ്കിൽ ആ കൃഷിയിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നുമില്ലാതെ ഇത്തരം ഒരു കൃഷി ചെയ്യാനുള്ള അറിവ്, അതാണ് ആവശ്യം. ഈ അറിവുണ്ടാകാൻ പൈസ കൊടുക്കണ്ട, ക്ഷമയോടെ ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർഷകരെ കേൾക്കാനോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അത് ശരിയാണോ എന്ന് നിരീക്ഷിക്കാൻ നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും. കാരണം അങ്ങനെ ഇറങ്ങിയ ഒരാളും ഇന്ന് പരാജയപ്പെട്ടിട്ടില്ല. കാരണം കൃഷി ചെയ്ത് ഒരാൾ നശിച്ചു പോവുക എന്ന് പറയുന്നത് നാടിൻ്റെ ശാപമാണ്. കാരണം നമ്മുടെ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, കൃഷി ചെയ്ത് കടം കൊണ്ട് ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം വിദർഭയിൽ ലക്ഷക്കണക്കിനാണ്. പക്ഷേ പ്രകൃതി കൃഷി ചെയ്ത ഒരാളും കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കടം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മുടെ ഈ അടുത്തിടെ നമ്മുടെ സർക്കാർ തന്നെ പുറത്ത് കൊണ്ടുവന്നൊരു കണക്കുണ്ട്. 1 ഏക്കർ കൃഷി ചെയ്യാൻ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ 3,40,000 രൂപയാണ് ചിലവ്. 1 ഏക്കർ സ്ഥലത്തിന് ആവറേജ് ചിലവ്. അതേസമയം നമ്മുടെ പ്രകൃതി കൃഷി ചെയ്യുന്നതിനും സർക്കാർ ഒരു ചിലവിട്ടിട്ടുണ്ട്.
92,000 രൂപ. ഇതേ 2 കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നെൽകൃഷിയിലാണ് അവരത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഏക്കറിന് 2400 കിലോ ആണ്. പ്രകൃതി കൃഷിയിൽ ഇന്ന് 2400 കിലോയിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷം പ്രകൃതി കൃഷി ചെയ്ത് മണ്ണിൻ്റെ എന്താ പറയുക, നമ്മളെല്ലാവരും പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ശുപാർശ ചെയ്യാറുണ്ട് അല്ലേ? അത്യുൽപാദന ശേഷിയുള്ള മണ്ണ് ആരും ശുപാർശ ചെയ്യുന്നതായി കേട്ടിട്ടില്ല. അത്യുൽപാദന ശേഷിയുള്ള മണ്ണിലാണ് ഉൽപാദനശേഷിയുള്ള വിത്ത് പരമാവധി വിള തരുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായ ഒരു ധാരണ മാറും. അത്യുൽപാദനശേഷിയുള്ള വിത്തല്ല വേണ്ടത്, ഉൽപാദനശേഷിയുള്ള മണ്ണാണ് വേണ്ടത്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൃഷി നഷ്ടമാവില്ല. തന്നെയല്ല 3,40,000 രൂപയും 92,000 രൂപ അവിടെ നിൽക്കുന്നു. അപ്പം ഞാനെന്ന് പറയുകയാണെങ്കിൽ 92,000 വേണ്ട. കാരണം സൂര്യപ്രകാശം നമുക്ക് ഫ്രീ ആണ്, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും സൗജന്യമാണ്. അപ്പോൾ സോളാർ പമ്പ് വെച്ചാൽ കറണ്ട് ചാർജ് ഇല്ല. 2, നാടൻ പശുവിനെ വളർത്തി കഴിഞ്ഞാൽ ദിവസം ഒരു കർഷകനാണെങ്കിൽ നമ്മുടെ പറമ്പിന് ചുറ്റും നടന്നാൽ 10-15 കിലോ പുല്ല് പറിച്ചെടുക്കാൻ ഒരു പൈസയും കൊടുക്കണ്ട. അത് പശുവിന് കൊടുക്കുന്നു, പശു അത് വളമാക്കി തരുന്നു, നമ്മളതുകൊണ്ട് ജീവാമൃതം ഉണ്ടാക്കുന്നു, പറമ്പിൽ അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? മണ്ണ് സമ്പുഷ്ടാവുന്നു. എങ്ങനെയാണ് സമ്പുഷ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ ആദ്യം ധാരാളം മണ്ണിരകളുണ്ടാകും. ഇവിടെ മണ്ണിര കമ്പോസ്റ്റ് കൊണ്ട് കൃഷി ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൃഷി വകുപ്പ് ശുപാർശ ചെയ്യാറുണ്ട്. പക്ഷെ ആ മണ്ണിര കമ്പോസ്റ്റിനുള്ളൊരു കുഴപ്പം, വെയിൽ തട്ടിയാൽ ചത്തുപോകും, എലി വന്നാൽ തിന്നുപോകും, അതിനെന്തെങ്കിലും രോഗം വന്നാൽ ഒന്നിച്ച് നശിച്ചും പോകും, പിന്നെ വീണ്ടും കൊണ്ടുവരണം. അപ്പം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഭാരിച്ച ചിലവുണ്ട്. അതെന്നും നിലനിൽക്കുന്നില്ല. 2 ദിവസം നോട്ടം തെറ്റിയാൽ ഒരു ഉറുമ്പ് കയറിയാൽ എല്ലാം തീർന്നു പോകും. ഇതെല്ലാം ചെയ്താലും ഇത് വിജയിക്കണമെന്നില്ല. ആദ്യം ഒരു ആവേശത്തിന് എല്ലാവരും മണ്ണിര കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വലിയ ആഘോഷമായിട്ടൊക്കെ കൃഷി ചെയ്യും. അടുത്ത ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് പോകും. പക്ഷെ നാടൻ മണ്ണിരയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ആവശ്യമില്ല. ജീവാമൃതം നമ്മുടെ പറമ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാടൻ മണ്ണിരകൾ വളരെ അതായത് ആവേശത്തോടെ അത് വളരാൻ തുടങ്ങും. അത് നമ്മുടെ കാലാവസ്ഥയിലും നമ്മുടെ മണ്ണിലും ജീവിക്കുന്നതായതുകൊണ്ട് അതിനൊരിക്കലും രോഗങ്ങൾ വരുന്നില്ല, നശിച്ചു പോകുന്നില്ല. പിന്നെ മണ്ണിൻ്റെ ഘടന, മണ്ണിൽ സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്ന, അതായത് സൂക്ഷ്മ കാലാവസ്ഥ നിലനിർത്തുകയാണെങ്കിൽ ഈ ജീവികളൊന്നും നിലനിൽക്കും. അപ്പം ഈ ജീവാമൃതം തന്നെ നമ്മൾ കാലങ്ങളോളം തളിക്കണം നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൂക്ഷ്മ കാലാവസ്ഥ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ അതിന് 2-3 കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് ചെയ്യാം. 1, ഏകവിളത്തോട്ടം, അത് ഒഴിവാക്കണം. കാരണം കേരളത്തിലൊക്കെ എല്ലാവരും പറയാറുണ്ട്, എനിക്ക് 10 ടൺ കുരുമുളകുണ്ട്, എനിക്ക് 50 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. വളരെ അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ വിശക്കുമ്പോൾ ഈ കുരുമുളകും അല്ലെങ്കിൽ റബ്ബറും ഒന്നും കഴിക്കാനൊക്കില്ല. അപ്പോൾ അതുകൊണ്ട് കർഷകനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിനുള്ള നെല്ല് മുതൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു കർഷകന് മുന്നേറണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നാണ്യവിളകളും നമുക്ക് ചെയ്യാം. പക്ഷേ ആദ്യത്തെ പരിഗണന ഇത്തരം കൃഷികൾക്കായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ കൃഷിയിൽ നിന്ന് സ്വയം പര്യാപ്തതയിലെത്തുള്ളൂ. കർഷകൻ എന്ന് പറയുമ്പോൾ വില കൊടുത്തെല്ലാം വാങ്ങി കഴിക്കുന്ന ഒരാൾ കർഷകനാവില്ല. ചന്തയെ മാത്രം ആശ്രയിച്ച് കഴിക്കുന്ന ഒരു കർഷകനാവില്ല. കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും കർഷകനാകുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുക. ആ കൊടുക്കുന്നത് ശുദ്ധമായിരിക്കണം. കർഷകൻ മനുഷ്യനെ അല്ലെങ്കിൽ മറ്റ് ജീവികളെ കൊല്ലുന്നവനാവരുത്, സംരക്ഷിക്കുന്നവനാണ്. കാരണം കർഷകൻ എപ്പോഴും സമൂഹം നല്ല മാന്യമായൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ആ സ്ഥാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പലരും ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കഴിക്കാൻ 10 വാഴ വേറെ നട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ വിൽക്കാനാണ് എന്ന് പറഞ്ഞാൽ ആരാൻ്റെ പിള്ളേർ എടുത്തുനിന്ന് ചത്തുപോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. അപ്പോൾ അത്രത്തോളം ക്രൂരത പാടില്ല. നമ്മുടെ മക്കൾക്ക് കഴിക്കാവുന്ന സാധനം തന്നെ ആയിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തിരിച്ചറിവ് കർഷകൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമ്മൾ സമൂഹത്തോട് ചെയ്യുന്നത് സേവനം കൂടിയാവുള്ളൂ. സേവനം മാത്രമല്ല, നമ്മൾ വെറുതെ കൊടുക്കണ്ട, നമ്മുടെ അധ്വാനത്തിന് ന്യായമായ ഫലം കിട്ടണം. അപ്പോൾ അതിനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരു കർഷകൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഞാൻ പറയുന്നത് സബ്സിഡി അല്ല, MSP അല്ല, പകരം കർഷകന് വില പറഞ്ഞ് വിൽക്കാനുള്ള ഒരു അവകാശമാണ്. അതായത് ഫാർമർ ഫിക്സിംഗ് പ്രൈസ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കാലം കഴിയുമ്പം എല്ലാവരും കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് കൃഷി ഉപേക്ഷിക്കും. അന്നും നമുക്ക് ജനസംഖ്യ കുറയില്ല. ആ ജനങ്ങളെ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ ഒരു സർക്കാരിന് പിടിച്ചു വെക്കാൻ കഴിയില്ല. ഇന്ന്
തിരിച്ചൊന്നും ചോദിക്കാൻ കഴിവില്ലാതെ കുറേ കർഷകർ പണിയെടുക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിവ് വരും, അവർ എൻ്റെ അധ്വാനത്തിന് തക്ക ഫലം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ കൃഷി നിർത്തി എന്ന് പറയുന്ന ഒരുപാട് കർഷകർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ പോലെ എല്ലാവരും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാരും ഇടപെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനിത് പറയുമ്പോഴേ കുമാരനെ കൂടുതലായിട്ട് ഓർത്തഡോക്സിയുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഏത് ഇന്ത്യയിലെ അല്ല ലോകത്തുള്ള ഏത് ലാബറട്ടറികളിൽ കൊണ്ട് പരിശോധിച്ചാലും പ്രകൃതി കൃഷി രീതിയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നം, തേയില ആയിക്കൊള്ളട്ടെ, ഏലമായിക്കൊള്ളട്ടെ, നെല്ലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ചിത്രസാറിന്റെ അരി കൊണ്ട് പരിശോധിക്കേണ്ടത് ഇവിടെ വേണമെങ്കിൽ പരിശോധിക്കുക, ധൈര്യം പറയാം. എന്റെ തൊടിയിലുള്ള എന്തും കൊണ്ട് പരിശോധിപ്പിക്കാം, ഒരിക്കലും ഒന്നും കാണാൻ പറ്റില്ല. അത്രമാത്രം ശുദ്ധമായ ഭക്ഷ്യവസ്തു ഭക്ഷ്യമായാലുമുള്ള സ്പൈസസ് ആയാലുമുള്ള ഉണ്ടാക്കാമെന്ന് തെളിയിക്കപ്പെട്ടതാണ് പ്രകൃതി കൃഷി. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, കൃഷി എന്ന് പറയുന്ന ഉടനെ തന്നെ നമുക്ക് വേണ്ടാത്തതിനെ കൊല്ലുന്നതിനെ പറ്റിയുള്ള ചിന്തയാണ്. എലി ഒരു വലിയ ഭീഷണിയാണ്. എലിയെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ആദ്യം ചിന്തിക്കുക. എലിയുടെ കാഷ്ടവും മൂത്രവും മണ്ണിന് വളരെ റയറായിട്ടുള്ള ചില എലമെന്റ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം. ഇത് ജിയോസഫിക്കൽ സൊസൈറ്റിയിലെ ഒരു വലിയ സയന്റിസ്റ്റ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം റഷ്യ, റഷ്യയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലുണ്ട്. ഞാനത് 5 വർഷം മുമ്പ് വായിച്ചതാണ്. അതിനകത്ത് അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് എലിയുടെ കാഷ്ടത്തിലും മൂത്രത്തിലുമുള്ള ചില മൈക്രോബുകൾ മണ്ണിന് വേണ്ട വളരെ റയറായിട്ടുള്ള ചില എലമെന്റ്സിന് ആവശ്യമാണ്. പലേക്കർ രീതിയിൽ പ്രകൃതി കൃഷി ഒന്നിനെ നശിപ്പിക്കുന്നില്ല, ഒന്നിനെ മണ്ണിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. വിളകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന പദ്ധതിയേ ഉള്ളൂ പലേക്കർ കൃഷിയിൽ, ഒന്നിനെ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൃഷിക്ക് സ്പിരിച്വൽ ഫാമിംഗ് എന്നാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ആദ്യമായ പ്രകൃതി കൃഷിക്ക് അദ്ദേഹം കൊടുത്ത പേര് ആത്മീയ കൃഷി എന്നാണ്, സ്പിരിച്വൽ ഫാമിംഗ് എന്നാണ്. അവിടെ ഹിംസയില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാ സമൂഹത്തിലും സമുദായത്തിലും മതത്തിലും വിശ്വസിക്കുന്നവരാണ് അല്ലേ. ക്രൈസ്തവരിടയിൽ അവരുടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഏദൻ തോട്ടം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഏദൻ തോട്ടം ഇല്ലേ, ഞാൻ പറയണ്ടല്ലോ. ഏദൻ തോട്ടത്തിലെന്താ? ആ ഏദൻ തോട്ടം എന്നുള്ള സങ്കല്പം അത് എവിടെ ഉണ്ടായാലും, ബൈബിളിൽ ഉണ്ടായാലും എവിടെ ഉണ്ടായാലും ആണെങ്കിലും അവിടെ സമരസപ്പെട്ടുകൊണ്ട്, പരസ്പരം അറിഞ്ഞുകൊണ്ട്, പരസ്പരം കരുതിക്കൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഹിംസയില്ലാതെ ജീവിക്കുന്ന ഒരു ലോകത്തെ പറ്റിയുള്ള സ്വപ്നമാണത്. അത് സാധ്യമാണ് പ്രകൃതി കൃഷിയിൽ. ഓക്കെ, ഉൽപ്പന്നത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ജീവാമൃതം ലായനി രൂപത്തിൽ ഉണ്ടാക്കുന്നതും ഘനജീവാമൃതവും തമ്മിലുള്ള ഒരു ഗുണത്തെപ്പറ്റി പറയാം. അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും തമ്മിൽ ഗുണത്തിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലായനിയായി നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നമ്മുടെ കൃഷിയിടത്തിലെ ചെറിയ ചാലുകളുണ്ടാക്കി ഈ ചാല് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഒന്നുകിൽ നനയ്ക്കാൻ സൗകര്യമുള്ള സമയത്തായിരിക്കണം, അതും അല്ലെങ്കിൽ മഴക്കാലത്തായിരിക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചാലിലെ എന്താ പറയുക പുതയിടണം.
എന്തിനാണെന്ന് വെച്ചാൽ ഈ സൂക്ഷ്മജീവികൾ നിലനിൽക്കണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് സൂചിപ്പിച്ചത് സൂക്ഷ്മ കാലാവസ്ഥ. അപ്പോൾ മണ്ണിൽ ആവശ്യത്തിനുള്ള ഈർപ്പം നിലനിൽക്കുകയും സൂക്ഷ്മജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, കൂടുതൽ സൂര്യപ്രകാശം വെയിൽ കൊള്ളാനുള്ള ശേഷി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ അത് നശിച്ചു പോവുക, അതല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് പോകുക. അപ്പോൾ നമ്മുടെ മണ്ണിൽ മുകളിൽ ഉണ്ടാകുക. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കുറയും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ സ്പ്രേ ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ജീവാമൃതം അടുത്തതിന് നമ്മുടെ വെഞ്ചുറി സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തതിന് വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെയൊന്നും സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമായി പോകണം. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഇത് പക്ഷേ സാധ്യമാവില്ല. അപ്പോൾ നമ്മൾ കൃഷിയുടെ കുറേ ദൂരെയാണ്, കുറച്ച് കുന്നുമുകളിലാണ്, അവിടേക്ക് നമുക്ക് ജീവാമൃതം പമ്പ് ചെയ്യാനോ കൊണ്ടുപോയി പിന്നെ ഇടവഴി കളിക്കാനോ പറ്റില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്തരം കൃഷിയിടങ്ങളിലേക്ക് ഈ ഘനജീവാമൃതം നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനും മഴ വരുന്ന സമയത്ത് അത് കൊണ്ടുപോയി ചെടിയുടെ ചുവട്ടിൽ, അതായത് തെങ്ങ് പോലുള്ള ചെടിയാണെങ്കിൽ ചെടിയുടെ 4 സൈഡിൽ ചെറിയ കുഴികളുണ്ടാക്കി ആ മണ്ണിലേക്ക് മൂടാം. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ബോളുകളൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് തെങ്ങിൻ്റെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് ആവശ്യത്തിനുള്ള ജീവാണുക്കൾ അവിടെ ഉണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് കൃഷിയിടത്തിൽ കാലിൽ വീഴാൻ കാലിൽ നെറിയ ഇട്ട് കൊടുത്തിട്ട് കയ്യിലെയും ചവറുമൊക്കെ വെട്ടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കും. അപ്പോഴുണ്ടാവും ഇത് മഴ പെയ്ത് നനവ് കിട്ടുമ്പോൾ ഈ ഇതിനകത്തുള്ള സൂക്ഷ്മജീവികൾ വളർന്ന് മണ്ണിലേക്ക് എല്ലായിടത്തേക്കും ഇത് പടർന്നു പോകും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിനും ഒരേ ഇത് തന്നെയാണ്, കാരണം ഫലം ഒന്ന് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു സൗകര്യം. അപ്പം പിന്നെ നേരത്തെ സാറ് ചോദിച്ചിരുന്നു പിന്നെ ഈ കീടങ്ങളെ അകറ്റാൻ എന്താ വഴി. അതിന് ചെറിയൊരു വിധിയുണ്ട്. കീടങ്ങളെ കൊല്ലുകയല്ല നമ്മൾ ചെയ്യുന്നത്. രസപന്തിക എന്ന് പറഞ്ഞാൽ ഒരു കഷായക്കൂട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇലകളെല്ലാം നമ്മൾ കൃഷിയിടത്തിൽ തന്നെ സംഘടിപ്പിക്കണം. കാരണം ഇത് എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അത് പ്രധാനപ്പെട്ടത് ഒന്ന് വേപ്പില, ആടലോടകം, പിന്നെ നമ്മുടെ ശീമക്കുന്ന, പപ്പായ ഇല, പിന്നെ നെച്ചി, ആത്ത, കാട്ടുസൂര്യകാന്തി, പിന്നെ ചെമ്പരത്തിയില, പിന്നെ നമ്മൾ പറമ്പിലുള്ള കൃഷി ചെയ്തുണ്ടാക്കുന്ന ഇപ്പോൾ ഒരുവിധം ഏതിലായാലും കുഴപ്പമില്ല, അങ്ങനെ എടുക്കപ്പെട്ടണം. അതായത് 4 എണ്ണം ഈ വർഗത്തിൽ പെടുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ രസവർണിക കഷായം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഒരു കൃഷിയിടത്തിൻ്റെ അളവനുസരിച്ച് പിന്നെ കരുപ്പും അളവ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു ഏകദേശം 1 ലിറ്റർ വീതം ഉണ്ടാക്കാറുണ്ട്. 10 ലിറ്ററിനോട് കണക്ക് പറയാം. 10 ലിറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഓരോ ഇലകളും ഓരോ 100 ഗ്രാം വരും. 100 ഗ്രാം തന്നെ കൃത്യം 100 ഗ്രാം കൂട്ടുമെന്നല്ല, ഏകദേശം അറിയാമല്ലോ. അങ്ങനെ എടുത്ത് അതിൽ നമ്മളൊരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബാലൻസ് ഇടും. അങ്ങനെ ആ ഇല എടുത്തതിന് ശേഷം ഗോമൂത്രം ഒരു ദിവസം ഒന്നിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് ചെടികൾക്ക് വിഷമാണുണ്ടെങ്കിൽ എനിക്ക് ഒരു 10 ലിറ്റർ ഗോമൂത്രം കിട്ടാൻ സാധ്യതയില്ല. അപ്പം ആ ഗോമൂത്രം കിട്ടുന്നതിനനുസരിച്ച് ദിവസം കിട്ടുന്നത് മാത്രം ഒഴിക്കുക, എന്നത് ഒഴിക്കുക. ഈ 10 ഇലകളും മൂടത്തക്ക രീതിയിൽ ഗോമൂത്രം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇല പൊങ്ങി കിടക്കാതെ ഒരു കമ്പോ ഒരു കല്ല് വെച്ച് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരാഴ്ച ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് അടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ ഈ ഇലയെല്ലാം നല്ലപോലെ വെട്ടി കഴിഞ്ഞിട്ട് രൂപ ചെയ്താൽ ഒരു 10 ദിവസം കഴിഞ്ഞ് എടുത്തു. അതല്ല നമുക്ക് നേരത്തൊന്നുമില്ലെങ്കിൽ ആ ഇല കമ്പോള ഇട്ടിട്ട് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ 40 ദിവസം ഇത് 40 ദിവസം കൊണ്ട് അത് പാകാവും. 40 ദിവസം കഴിയുമ്പോൾ അത് അയച്ചില്ല. 40 ദിവസം കഴിഞ്ഞാൽ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അത് പിന്നെ എന്താ പറയുക, വെയിലും മഴയും കൊള്ളാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. അതിനുശേഷം അരിച്ചെടുത്ത് നമുക്കൊരു ടാനിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഉപയോഗിക്കാം. അപ്പം അത് ഒരുവിധം ഇപ്പോൾ ഈ വാഴ കട തിരുന്ന പുഴുവൊക്കെ ഉണ്ട്, അതുവരെ കത്തുള്ളൂ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇത് പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാം. നെല്ലിനെ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടെ കടുപ്പമുള്ള ഒരു ഇതാണ് വേണ്ടതെങ്കിൽ അതിനകത്തൊരു അത് അങ്ങനെ വേണ്ടി ഇതിനെ പറയാം. നമ്മൾ ഉപയോഗിക്കാം. അതിനെല്ലാം എന്ത് ചെയ്യണം, ഇത് താഴിക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീണ്ടും തളിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം തളിച്ചാൽ ഈ താഴി ദൂരെ അതുകൊണ്ടാണ്. അപ്പം അതിൽ നമ്മൾ ഏറ്റവും നേർപ്പിച്ചടിക്കുന്നത് നമ്മുടെ പച്ചക്കറി ഇനങ്ങളാണ്. കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കളിപ്പിച്ചടിച്ച് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോയി, കീടങ്ങൾ തത്തുപോവുകയില്ല, ചെടി കരിഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോന്നും സ്വയം നമ്മളൊന്ന് പരീക്ഷിക്കണം. ഇപ്പം നെല്ല് പോലുള്ള കൃഷിക്കാണെന്ന് വിചാരിക്കാം, 1 ലിറ്റർ എടുത്ത് 20 ലിറ്റർ കൊടുത്ത്. പക്ഷെ അതേപോലെ പയറിനടിച്ച് കഴിഞ്ഞാൽ പയർ കരിഞ്ഞു പോകും. അപ്പോൾ ആ പയറിനടിക്കുമ്പോൾ നമ്മളത് ഒരു 30 ലിറ്റർ അടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ലാഭിച്ച് കിട്ടും.
അങ്ങനെ ഓരോ വിളകൾക്കും വേണ്ട അളവ് നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വീട്ടിൽ നിങ്ങൾ മറന്നുപോകും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ചെയ്ത് പഠിക്കും. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി എത്തുന്നു. അപ്പോൾ ഇതിനുള്ള അറിവുകൾ സുഭാഷ് പാലേക്കർജി പറഞ്ഞു തന്നു. അത് നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നെല്ലിനെ ഇത് മാത്രമല്ല, ഇതടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു വലിയ കാര്യം, നെല്ലിൻ്റെ പോളകരിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര മരുന്നടിച്ചാലും പോളകരിച്ചിൽ പോകില്ലായിരുന്നു. ഇതിനകത്ത് ഈ ഗോമൂത്രത്തിലാണ് നമ്മൾ ദശവർണിക കഷായം ഉണ്ടാക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ പോളകരിച്ചിലുള്ള സ്ഥലത്ത് വെറും ഗോമൂത്രം അതിൻ്റെ കൂടെ ചേർത്തുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അതായത് 1 ലിറ്റർ ദശവർണിക നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കൂടെ 1 ലിറ്റർ ഗോമൂത്രം കൂടെ എടുക്കാം. കാരണം ഗോമൂത്രത്തിന് വേറെ കുഴപ്പമില്ല, ഈ പോളകരിച്ചിൽ നമ്മൾ മരുന്നും കൂടെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യും പോളകരിച്ചിൽ രക്ഷപ്പെടും. ഇതിന് ചാഴികളുണ്ട്. ഇതിന് ചാഴി വരാതെ നമുക്ക് ഇടയ്ക്ക് കെണി വെക്കാം. പാടത്ത് സന്ധ്യയാകുമ്പോൾ ചെറിയ മഴയില്ലെങ്കിൽ തുറന്നാൽ പാടത്ത് ചെയ്യാം, മഴയുണ്ടെങ്കിലും ചെയ്യണം. ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, അതായത് വായുവെട്ടമുള്ള 1 2 ലിറ്ററൊക്കെ പിടിക്കണം. അതിനകത്ത് ഒന്നിൽ എണ്ണ ഒഴിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ശർക്കരയും തേങ്ങാവെള്ളവും ചേർത്ത് കലക്കി വെച്ചിട്ട് സൈഡിലൂടെ ഓട്ടയിടാം, നേരെ അടുപ്പത്ത് കെട്ടിപ്പിടിക്കാം. അപ്പോഴെന്തായാലും ഈ സാധനങ്ങളൊക്കെ സന്ധ്യ ആകുമ്പോൾ ഇതിനകത്തൊന്നും ചെയ്യും, കുറേ എണ്ണ പറയാം. പിന്നെ അതായത് തേങ്ങാ വെള്ളവും വെല്ലം കൂടി ചേർത്ത് വെക്കാം. ഇതിനെങ്കിലും ചേർക്കുമ്പോൾ കടലിന് മണം വരും. അപ്പോൾ ഈ മണം വരുമ്പോൾ ഒരു പ്രാണികളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരും. അത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നകത്താക്കി അതിൻ്റെ സൈഡിൽ ഓട്ടയിടണം. അതായത് ഈ ഈച്ചകളൊക്കെ സൈഡിലൂടെ വന്ന് അതിനകത്ത് കയറാൻ മുകളിൽ അടച്ചു നിർത്താൻ കെട്ടി കൊടുക്കുക. അതായത് മഴ പെയ്താൽ ഒരു വെള്ളം ഇറങ്ങാൻ നിൽക്കുന്നു. അങ്ങനെ ചെയ്യുന്നതെല്ലാം കൺട്രോളാകും. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറയാം, കുറച്ച് കാലം നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഓരോ പ്രാണിക്കും എതിർപ്രാണികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കൺട്രോളാകും. ജീവാമൃതം നമ്മുടെ ഞാനൊന്നോട് പറയാം. നിങ്ങൾക്കിവിടെ ബ്രോഷർ കിട്ടിയില്ലേ? പഴയൊക്കെ കൃഷിക്ക് വലിയ ഗ്രന്ഥങ്ങളൊന്നും വെച്ച് പഠിക്കില്ല. ഞങ്ങളിത് പഴയക്കരുടെ വർക്ക്ഷോപ്പ് 2010 മുതൽ കോട്ടയം കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നടത്തിയപ്പോഴെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ ആകത്തുക ഒരു 2 പേജിനകത്ത് ബ്രോഷർ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജീവാമൃതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിവിടെ പറയേണ്ട കാര്യമില്ല. അത് ഘനജീവാമൃതമുണ്ട്, മറ്റേ ലിക്വിഡായിട്ടുള്ള ജീവാമൃതമുണ്ട്. ഇതെല്ലാം അതിനകത്ത് വളരെ ശ്രദ്ധിക്കണേ. അതായത് ഈ കൃഷി അനുവർത്തിക്കുന്നതിന് നിങ്ങളൊരു കാർഷിക സർവകലാശാലയിൽ പോകണ്ട, ഒരു കാർഷിക ഓഫീസറുടെ അടുത്തും പോകണ്ട. ഈ കടലാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഒരു നാടൻ പശു വേണം, അല്ലെങ്കിൽ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ലഭ്യമായിരിക്കണം. അതല്ലാതെ ഈ കൃഷി സാധ്യമല്ല. അതിന് പ്രാധാന്യമില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നാടൻ പശു ഇല്ലാതെ, അതിൻ്റെ ചാണകവും മൂത്രവും ഇല്ലാതെ ഈ കൃഷി രീതി, പ്രകൃതി കൃഷി രീതി സാധ്യമല്ല. എരുമയുടെ ആകാം, നാടനായിരിക്കണം. എരുമയുടെ പക്ഷേ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സുഭാഷ് പലേക്കർ എന്ന് പറയുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന്റെ ഏതാണ്ട് 10, 15, 20 വർഷത്തോളമുള്ള നിരന്തര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ഉണ്ടാക്കിയെടുത്ത ഒരു കൃഷി രീതിയാണ്. അദ്ദേഹം അത് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മായിയച്ഛൻ്റെ പശുവിനെ കട്ടുകൊണ്ടാണെങ്കിലും വന്നിട്ട് ഈ കൃഷി ചെയ്യാവുള്ളൂ. അത് മനസ്സിലായില്ലേ? അമ്മായിയച്ഛൻ്റെ പശുവിനെ കട്ടുകൊണ്ട് വന്നിട്ടാണെങ്കിലും നിങ്ങൾ പ്രകൃതി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അതെ, നാടൻ പശു ഇല്ലാതെ ഈ കൃഷി സാധ്യമല്ല. അപ്പൊ ചോദിക്കും, ഒരു ശാസ്ത്രീയമായ ഒരു കാര്യത്തിന് അത് സാർവലൗകികമാകണ്ടേ എന്ന് ചോദിക്കാം. അതായത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആകണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കാം.
ലോകത്തെല്ലായിടത്തും ഈ കൃഷി രീതി സാധ്യമാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നാടൻ പശു ഉണ്ട്. തനത് ജനുസുകളുണ്ട്. തെക്കേ അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, സിലോയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. അതാത് ദേശത്തെ അതാത് ദേശീയമായിട്ടുള്ള പശുക്കളുണ്ട്. അതിന്റെ വർഗനാമം ബോസ് ഇൻഡിക്കസ് എന്നാണ്. ബോസ് ഇൻഡിക്കസ് ആണ് പശു. നമ്മളിവിടെ പാലിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വ്യാപകമായിട്ട് വളർത്തുന്ന സ്വിസ് ബ്രൗണ്, ജേഴ്സി, HF എന്നൊക്കെ പറയുന്നത് അതിന്റെ വർഗനാമം ബോസ് ടോറസ് ആണ്. ബോസ് ടോറസ്. മനുഷ്യനും മനുഷ്യപ്പറയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നാടൻ പശുവും അല്ലെങ്കിൽ ബോസ് ഇൻഡിക്കസും ബോസ് ടോറസും തമ്മിൽ. നമുക്ക് പോയി ഒരു മനുഷ്യപ്പറയിന്റെ സ്ത്രീയെ കല്യാണം കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് തെറ്റാണ്. മനസ്സിലായില്ലേ? രണ്ടും രണ്ട് വ്യത്യസ്ത മൃഗങ്ങളാണ്. നാടൻ പശുവും നമ്മൾ പാലിനായിട്ട് ഇന്ന് വ്യാപകമായിട്ട് ആശ്രയിക്കുന്ന HF-ഉം ജേഴ്സിയും സ്വിസ് ബ്രൗണും ഒക്കെ പശു അല്ല, അത് വേറൊരു മൃഗമാണ്. അത് പറഞ്ഞത് ആദ്യം നമ്മളോട് പറഞ്ഞത് പരേക്കറാണ്. ഇനി അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടെ വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് ഉണ്ട് അല്ലേ? വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് കേട്ടിട്ടില്ലേ? ശ്വാസാമ്മ ജയിക്കും എന്ന് പറയുന്ന ശ്വാസാമ്മ ടീച്ചർ മണ്ണൂത്തിയിലെ കാർഷിക സർവകലാശാലയിലെ അത് അവരുടെ സ്റ്റുഡൻസിനെയും കൂട്ടി ഒരു സംഘമുണ്ടാക്കിയിട്ട് അന്യം നിന്ന് പോകുന്ന നാടൻ പശുക്കളെ കൺസേർവ് ചെയ്യാനായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ ടീച്ചർ ഏകദേശം 40 or 45 പശുക്കളെ മണ്ണൂത്തി കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ 41 പശുക്കളും ചത്തു കിടന്നു. എന്നിട്ട് അതിന് പിന്നാലെ ഒരുപാട് ന്യൂസൊക്കെ എന്ന് പറഞ്ഞു അവർ ഈ പശുക്കളെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അമേരിക്കയ്ക്ക് കടത്താൻ ശ്രമിച്ചതാണ്. മറ്റേന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. നിങ്ങൾക്ക് പത്രത്തിൽ വാർത്ത കണ്ടിട്ടുള്ള പഴയൊരു വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. ആ ടീച്ചർ കന്നുകാലികളുടെ ജീനോളജിയില് പ്രൊഫസറാണ്. കന്നുകാലികളുടെ ജീനോളജിയുടെ ആധികാരികത അറിയാവുന്ന പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സുഭാഷ് പലേക്കർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞങ്ങൾ തിരുവനന്തപുരത്ത് 5 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഞാനുണ്ട്, ഗാന്ധി സ്മാരക നിധിയുടെ കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി നാണുക്കുട്ടനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് വന്ന ക്യാമ്പ് കഴിഞ്ഞു. അപ്പോൾ അത് ഒരു പുസ്തകം കയ്യിലെടുത്ത് ചോദിച്ചു, കുര്യൻ ഇത് പശുക്കളെ പറ്റി, നാടൻ പശുക്കളെ പറ്റി ഞാൻ എഴുതിയൊരു പുസ്തകമാണ്, ഇത് ഹിന്ദിയിലാണ്, ഇത് മലയാളത്തിലേക്ക് ഒന്ന് വിവർത്തനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ എടുത്ത് വായിക്കാൻ ഉടനെ നാണുക്കുട്ടനായ അദ്ദേഹം മരിച്ചുപോയി, ടീച്ചറും മരിച്ചുപോയി. നമ്മൾ വേറെ ആളെന്ന് ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി ഭായ് ഹിന്ദി പ്രചാര സഭയിലെ ടീച്ചറാണ്. ഞാൻ നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ നാണുക്കുട്ടനായ അദ്ദേഹത്തിന്റെ മിസ്സസിനെ വിളിച്ച് ചോദിച്ചു, ഹിന്ദിയിലുള്ള 1400 പേജുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവോ? ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സരസ്വതി ഭായ് ടീച്ചർ ഈ പരേക്കരുടെ നാടൻ പശു ഒരു കൽപ്പവൃക്ഷം എന്ന പുസ്തകം 1 വർഷമെടുത്തു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 1 വർഷത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുര്യൻ ഞാൻ പുസ്തകം തീർത്തിട്ടുണ്ട്, ഇതിനൊരു ആധികാരികമായ ഒരു മുഖവര എഴുതണമല്ലോ, നമുക്ക് ആരുണ്ട്? ഞാൻ പറഞ്ഞു നമുക്ക് വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റിന്റെ ചെയർമാനാണല്ലോ, ടീച്ചറിന്റെ അടുത്ത് കൊടുത്തു. ഞാൻ ടീച്ചറിനെ ഫോൺ ചെയ്ത് ചോദിച്ചു, ടീച്ചർ ഇങ്ങനൊരു പുസ്തകം കൊടുത്ത് തന്നാവുന്ന പഠിച്ചേക്ക് കുറച്ച് അതിനെപ്പറ്റി ഒന്ന് പറയാവുന്നു. ടീച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കോട്ടയത്ത് ഒരു കാറിൽ കൊണ്ടുപോയാണ് DGP കൊണ്ട് കൊടുത്തത്. DGP കൊണ്ട് കൊടുത്തു. അപ്പോൾ ടീച്ചർ ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ മിക്കവാറും എന്നെ വിളിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കന്നുകാലികളെ പറ്റി അതിൻ്റെ ജീനോളജി അറിയാവുന്ന ടീച്ചർ പറയുന്നു, ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു. പലേക്കർ എന്ന് പറയുന്ന കൃഷി, അദ്ദേഹം അഗ്രികൾച്ചർ ഡിഗ്രിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് കൃഷിയാണ്. പക്ഷെ അദ്ദേഹം കന്നുകാലികളെ പറ്റി ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞതാണ്. കന്നുകാലി, നാടൻ പശുക്കളുടെ കന്നുകാലികളിലുള്ള കന്നുകാലിയുടെ 1 ഗ്രാം ചാണകത്തിൽ 300 കോടി മുതൽ
500 കോടി വരെ സൂക്ഷ്മാണുക്കളുണ്ട്. ഈ സൂക്ഷ്മാണുക്കൾ അത്രയും മണ്ണിന് നല്ല എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്, പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള മിശ്രിതങ്ങളാണ് കൃഷിയിൽ ഉപയോഗിക്കേണ്ട, വളമല്ല എന്ന് പറഞ്ഞത്. വളമില്ലല്ലോ, വളമില്ലല്ലോ, വളമില്ല. അവിടെ ആകെ നമ്മൾ നടത്തുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിലെ ജീവന് ആധാരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ പെരുപ്പിച്ചു കൊടുക്കുകയാണ്. അതിനാണ് നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ ആ ബ്രോഷറിനകത്തുണ്ട് ജീവാമൃതം. എന്താണ്? അതൊരു ഉറ മാത്രമാണ്, ഒരു വളമല്ല. ഒരിക്കലും അതൊരു വളമല്ല. നമ്മൾ 10 ലിറ്റർ പാലിനെ തൈരാക്കാൻ ഒരു തുടം തൈര് ഉപയോഗിക്കുന്ന പോലെ ഉള്ളൂ കേട്ടോ. 10 ലിറ്റർ പാലിനെ ഉറയൊഴിച്ച് തൈരാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി ഒഴിക്കുമല്ലോ, ഒരു തുടം പാല് പോലെ. എന്ന് പറയുന്ന പോലെ മണ്ണില് അതിൻ്റെ ജീവന് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറ മാത്രമാണ് ജീവാമൃതം, ഒരിക്കലും ഒരു വളമല്ല. ഇതിപ്പം മണ്ണിന്റെ കുമാർജീവിക പറഞ്ഞു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്ന് പറഞ്ഞാൽ ആ മണ്ണിന്റെ ജീവാവസ്ഥയാണ്. അതിപ്പം 2010 ശേഷമാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. അതിന് 10-30 വർഷം മുമ്പ് പലരും പറഞ്ഞു. എന്തുകൊണ്ട് നമ്മളതിന് വില കൊടുക്കുന്നില്ല? ഇപ്പൊ സാറാ റൈറ്റ്, ക്രിസ്ത്യൻ ജോൺസ് എന്നൊക്കെ പറയുന്ന സയന്റിസ്റ്റുകൾ ഈ 2010 ശേഷമാണ് അവർക്ക് കണ്ടുപിടിച്ചത്. മണ്ണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ജീവികളുടെ സാന്നിധ്യമാണ് എന്നുള്ള തിരിച്ചറിവ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ, 10-14 വർഷം. അതിനും 10-30 വർഷം മുമ്പ് പലരും പറഞ്ഞു. എന്നിട്ട് നമ്മളിത് കേൾക്കുന്നില്ല, നമ്മളിപ്പോഴും ഓടുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഇത് മുമ്പ് എലിയുടെ കാഷ്ടം പറഞ്ഞല്ലോ. എല്ലാ സകല ജീവജാലങ്ങളുടെയും കാഷ്ടം നമ്മുടേത് ഉൾപ്പെടെ ഇപ്പൊ നമ്മളത് വെട്ടിക്കകത്താക്കി നമ്മളെ വെട്ടിന്റെ കീഴിൽ വെച്ചിരിക്കല്ലേ, സേഫ്റ്റി ടാങ്കേ. ഇപ്പൊ യുഎൻഒയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമല്ല. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പുതിയ അറിവുണ്ടെങ്കിൽ നമ്മൾ യുഎൻഒയുടെ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ വില കൊടുക്കും. ഇപ്പൊ യുഎൻഒയിലെ സയന്റിസ്റ്റുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു, മനുഷ്യന്റെ മലവും മണ്ണിൽ വീഴേണ്ടതാണ്. ശാസ്ത്രം എങ്ങോട്ടാ പോകണം? പഴമയിലേക്ക് പോകാനെന്നല്ല പറഞ്ഞത്. സകല ജീവജാലങ്ങളുടെയും കാഷ്ടം മണ്ണിന്റെ ഫെർട്ടിലിറ്റിക്ക് ആവശ്യമാണ്. മുമ്പേ ഇവിടെ ഞാൻ പറഞ്ഞു എലിയുടെ കാഷ്ടം എന്നും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ രാജീവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഡെലീഷ്യസ് കോഫി എന്ന് പറയുന്നത്, ഏറ്റവും ഡെലീഷ്യസ് കോഫി എന്ന് പറയുന്നത് വെലിഗ് തിന്നിട്ട് അതിന്റെ കാഷ്ടത്തിൽ കൂടെ വരുന്ന കുരു അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ വെലിഗ് തിന്ന കാപ്പിക്കുരുവിന്റെ വേസ്റ്റ് അതിന്റെ മരത്തിൽ കൂടെ വരുന്ന പെരുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാപ്പിപ്പൊടിയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കാപ്പി. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, അതിനുള്ള ഭാഗ്യമുണ്ട്. കാരണം അതിന് വലിയ ലക്ഷക്കണക്കിന് വിലയാണ്. പിന്നെ ഇത് നമ്മൾ ചർച്ചയാണ്. പറഞ്ഞു വൈക്കോണോ ഇപ്പൊ കൊക്കോയ്ക്ക് അല്ലേ? കൊക്കോ മുഴുവൻ എന്താ നിന്നേക്ക് പോകുന്ന അണ്ണാൻ. എല്ലാവരും ഒരു വിഷമം അണ്ണാൻ കഴിച്ചിട്ട് പോവുക. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ കൊക്കോയുടെ ചുവടെല്ലാം അല്ല കാ കിടക്കുന്നതിൻ്റെ നേരെ കൈവശത്തെ കട്ടിലെല്ലാം മാറ്റി തെളിച്ചിടുക. ഞാൻ അങ്ങനെ ചെയ്തു, തെളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ 1.5 ദിവസമോ അല്ല 3-ാം പൊക്കം പോയി ഈ കൊക്കോക്കുരു പെറുക്കിയെടുക്കുക. ഈ കൊക്കോക്കുരു പെറുക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം പറഞ്ഞു തരാം. കൊക്കോക്ക നമ്മൾ മൂത്തത് തപ്പി നടന്ന് പറിക്കണം, അത് ചുമന്ന് കൊണ്ട് കൂട്ടണം, അത് പൊട്ടിക്കണം, അത് കഴിഞ്ഞ് അതിൻ്റെ പരിപ്പെടുക്കണം, അത് കുളിപ്പിക്കണം, എന്നിട്ട് വേണം ഉണങ്ങാനിടാൻ. ഇപ്പം ഉള്ള എളുപ്പം ഈ കൊക്കോക്കുരു നമ്മൾ പോയി പെറുക്കിയെടുക്കുക, ഒന്നും കഴുക പോലും വേണ്ട. ഇതിനെ എവിടെയെങ്കിലും ഒന്നേ പ്രയറിനകത്ത് വെയിലുണ്ട്, വെയിലത്തോട്ടിടുന്നു, ഉണങ്ങുന്നു. 50% തൂക്കം നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദായം കൂടി. നമ്മൾ പറിച്ചെടുക്കുമ്പോൾ എങ്ങനെയായാലും ഇപ്പോഴും ആദായം. എന്റെ ഇപ്പോഴത്തെ അനുഭവം ഞാൻ പറഞ്ഞു തന്നത്. സാറിത് പറഞ്ഞപ്പോൾ എനിക്കത് തോന്നിയോണ്ട് പറഞ്ഞതാ. അപ്പൊ നമ്മൾ അണ്ണാനെ
നമ്മൾ ഉപദ്രവിയായിട്ട് തോന്നിക്കൊണ്ടിരുന്ന ഇപ്പം എനിക്കൊരു പണിക്കാരനായിട്ടാണ് ഞാനിപ്പം അല്ല ഇപ്പം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ സാറ് നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ പറ. ഞാൻ ആ കാപ്പി കുടിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഡെലീഷ്യസ് കോഫി എന്നാണ് പറയുന്നത്. ഏറ്റവും അതിന് ലുവാക്ക് എന്നാണ് പറയുന്നത്. കോഫി ലുവാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ പരസ്പരം കൊട്ടും കൊടുത്തുമാണ് ജീവി വർഗങ്ങൾ പരസ്പരം കൊട്ടും കൊടുത്തും. കൃഷിയുടെ ബേസ് അതാണ്. അത് പലചരക്ക് കൃഷിയിൽ അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല. ഒരു ഹിംസയില്ല. ഹിംസരഹിതമാണ്. മാറ്റി നിർത്തുകയാണ്. ഇപ്പം പിന്നെ കുമാർജി പറഞ്ഞു ചിലപ്പോൾ ചില കീടങ്ങളൊക്കെ ചത്തുപോകുമായിരിക്കും. പക്ഷേ ഈ പ്രയോഗങ്ങളൊന്നും തന്നെ ഹിംസയുടേതല്ല. അത് അതിനെ അകറ്റി നിർത്തുന്നതാണ്. അത് ഏത് കൃഷിയിലും സാധ്യമാണ്. അല്ലാതെ ഒരു പ്രത്യേക രീതിയിൽ മാത്രമായിട്ടുള്ളതല്ല നമ്മൾ പറയുന്നത്. എന്തും ആയിക്കൊള്ളട്ടെ, പലചരക്ക് കൃഷി എന്ന് പറയുന്നതിൻ്റെ ആ ടെക്നോളജി വലിയ സങ്കീർണമായിട്ടുള്ളൊരു ടെക്നോളജി അല്ല. അതിനകത്ത് വളമില്ല. നമ്മളിവിടെ ഇവിടെ ചിന്തിച്ചല്ലോ, കാട്ടിലെ മണ്ണാണല്ലോ കന്നിമണ്ണ് അല്ലേ? കാട് വെട്ടി തെളിച്ചാണല്ലോ നമ്മൾ കൃഷി തുടങ്ങിയത്. ഈ കാട് വെട്ടി തെളിക്കുന്ന ഇപ്പോഴും കാട് വെട്ടി തെളിക്കുന്നവരാരും ഒരു വളവും ഇടുന്നില്ല. അവിടെ ഒരു കീടനാശിനിയില്ല, കളനാശിനിയില്ല. കാട്ടിലെല്ലാം സമൃദ്ധമായിട്ടുണ്ടാകുന്നുണ്ട്. നാട്ടിലുണ്ടാകുന്നതിനേക്കാളും വളരെയധികം വാല്യൂവുള്ള മൂല്യമുള്ള സമ്പൂർണമായ സാധനങ്ങളാണ് കാട്ടിലെ. ഇപ്പം പലയൊക്കെ പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് നാട്ടിലെ മണ്ണിനെ നമ്മുടെ കൃഷിയിടത്തെ കാട്ടിലെ മണ്ണാക്കാം എന്ന് പറഞ്ഞാൽ ജീവികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാം. അപ്പം മാർജിൻ അത് പറഞ്ഞു, വിലയുടെ കാര്യം പറഞ്ഞു, വണ്ടിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ജീവജാലങ്ങളെ ഈ കാട്ടിലെ മണ്ണിൽ കാണാൻ പറ്റും. നമ്മൾ പലചരക്ക് കൃഷി ചെയ്യുമ്പോൾ ഇത് തന്നെ നമ്മുടെ അനുഭവം. ഒരുപാട് ജീവികൾ വരാറുണ്ട്. ഇപ്പം നമ്മൾ ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞത് നെടുങ്കണ്ടത്ത് ഏലകൃഷി ചെയ്യുന്ന എബ്രാഹിം ചാക്കോ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്ന, പക്ഷേ അദ്ദേഹത്തിൻ്റെ തോട്ടം ഇന്ന് സ്പൈസസ് ബോർഡിൻ്റെ സെക്രട്ടറിയൊക്കെ സന്ദർശിക്കാൻ ചെല്ലുന്നതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പോയി ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ ഏതാണ്ട് 70-ലേറെ പറവകളുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇട്ടിരുന്നത് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നെടുങ്കണ്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഏലക്കാട്ടിനകത്ത് നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത പറവകളുടെ പിക്ചറുകൾ അതിനകത്ത് കാണുന്നത്. ഇപ്പം മാധ്യമത്തിലേക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അതൊന്ന് പറഞ്ഞോളൂ. ഞാൻ ഇടയ്ക്ക് കയറി ഇങ്ങനെ പറയണ്ടേ, എല്ലാവരും 10 പേര് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തെ ഇല്ലാതാക്കുക ഞാൻ വിചാരിച്ചു. അതിൻ്റെ ബാക്കി അതായത് നേരത്തെ ചോദിക്കാൻ തോന്നാം. ഒരു സാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത്. ഒരു ചുറ്റി പറയാം, കാരണം എല്ലാം ചുറ്റി തന്നെ ഉണ്ട്. എങ്കിലും ഒരു ചെറിയ കൂട്ടം നമ്മൾ ഒരു ഏക്കർ സ്ഥലത്തേക്കാണ് ചെയ്യുന്നത്. ഒരു ഏക്കർ കൃഷിയിടത്തിലേക്ക് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാൻ 200 ലിറ്റർ കൂടുന്ന ഒരു ബാരലിൽ 20 കിലോ നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 100-ൻ്റെ അനുപാതം പറയാം. കണക്ക് കൂടാൻ വളരെ എളുപ്പമായിരിക്കും. 100 ലിറ്റർ ഉണ്ടാക്കുക 1/2 ഏക്കർ സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 100 ലിറ്റർ ആണെങ്കിൽ 10 കിലോ നാടൻ പശുവിൻ്റെ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, അതിലൂടെ 1 കിലോ പയറുപരിപ്പ്. പയറുപരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാകുന്നത് അതിന് പറയുന്ന പരിപ്പ് പറഞ്ഞിട്ട് പല ഏതുകളാകാം, പയറുകളാകാം, കടലയാകാം. പിന്നെ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന മുതിരയായാലും കുഴപ്പമില്ല. അതുമല്ലെങ്കിൽ നമ്മൾ പയർ കൃഷി ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ നമ്മൾ നാടൻ പയർ മതി, അത് ധാരാളമാണ്. അത് പൊടിച്ചെടുക്കാം. പയർ വരില്ല. അതായത് ഏറ്റവും വില കുറച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം പൊടി അടിച്ചെടുത്താലും കുഴപ്പമില്ല. അതെ, ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സൂക്ഷ്മജീവികൾ വളരാനുള്ള അവർക്കുള്ള പ്രോട്ടീനാണ്. അല്ല പൊടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് 1 കിലോ വെല്ലം. വെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൂടിയ വെല്ലം വേണമെന്നൊന്നുമില്ല, മധുരം ഉണ്ടായാൽ മതി. ഈ വെല്ലം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കൃഷിയിടത്തിലുള്ള പഴങ്ങൾ ഏതായാലും മതി. അല്ല, അതിന് വില പറഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ മലയാളത്തിൽ പറയാം, വാറ്റിയാരായ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന ഒരു കറുത്ത സാധനമില്ലേ, വില കുറഞ്ഞ വില ആയാലും മതി. പിന്നെ അല്ലെങ്കിൽ പഴങ്ങൾ ചക്കപ്പഴമോ മാമ്പഴമോ പപ്പായയോ, പിന്നെ മാമ്പഴം
ആക്ച്വലി പുളി ഉണ്ടായാലും മധുരം ഉണ്ടല്ലോ. ആ വാഴപ്പഴമാണ് കുറച്ചുകൂടെ ബെറ്റർ. വാഴപ്പഴമാണ് ഏറ്റവും നല്ലത്. ഇത് ഏത് വേണ്ടിയില്ലാത്ത പക്ഷെ പഴങ്ങൾ എടുക്കുന്നത് ചെയ്യണം. ഈ 1 കിലോ നമ്മൾ 2 കിലോയിൽ ചേർക്കണം. കാരണം 1 കിലോ ശർക്കരയ്ക്ക് തുല്യമായ മധുരം കിട്ടാൻ ചക്കപ്പഴം ഇടാം, പപ്പായ, അതായത് നമ്മുടെ പപ്പായ ഇടാം, അതെല്ലാം ചേർക്കാം. ഇതെല്ലാം ഇതിൽ ഏത് വേണമെങ്കിലും ഇടാം. അങ്ങനെ അത് ചേർത്തതിന് ശേഷം 1 പിടി മണ്ണ്. ഈ 1 പിടി മണ്ണെന്ന് പറയുന്നത് രാസവളങ്ങളോ കീടനാശിനികളുള്ള സ്ഥലത്തിന് എടുത്തത്. അത് നല്ല ശുദ്ധമായ മണ്ണ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കത് ആ വിശ്വാസമായ ഒരു സ്ഥലത്ത് തന്നെ എടുക്കാം. നമ്മുടെ പറമ്പിൽ ഏതാണോ എവിടെയാണോ ഈ രാസവളവും കീടനാശിനിയൊന്നും ചെല്ലാത്ത നമ്മുടെ വേലി ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്ത് പുറത്തോ അല്ലെങ്കിൽ അപ്പം അങ്ങനെ എടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 100 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കുക എന്ന് പറയുമ്പം അത് ഈ വാഴയുടെ ക്ലോക്ക് ബേസിൽ, അതായത് വലത്തോട്ട് ഇളക്കണം. അങ്ങനെ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒരു 3 മിനിറ്റ് കളിക്കാൻ വേണ്ടി ഒരു കാര്യം. ഈ ഇളക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, ഈ നമ്മളിടുന്ന നാടൻ പശുവിൻ്റെ ചാണകത്തിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളെല്ലാം നമ്മൾ ഈ വെള്ളത്തിൽ ഇടുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ പീരീഡാണ് നടക്കുന്നത്. അതായത് 72 മണിക്കൂറുണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയിലാണെങ്കിൽ 48 മണിക്കൂർ മതി, തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലാണെങ്കിൽ 72 മണിക്കൂർ വേണം എന്നതാണ്. ഈ ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ ഓരോ 20 മിനിറ്റിലും ഇത് ഓരോ ബാക്ടീരിയ 2 അപ്പോൾ അങ്ങനെ നമ്മൾ 3 ദിവസം, അതായത് ഒരു 72 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണം നമ്മുടെ ഒന്നും കാൽക്കുലേറ്ററിൽ ഒന്നുമില്ല. അത്രമാത്രം ഇത് പെരുകിക്കൊണ്ടിരിക്കും. വീണ്ടും ഇത് പെരുകി ഒരു 7 ദിവസം കഴിയുമ്പോൾ നശിക്കാൻ തുടങ്ങും. അപ്പോൾ നശിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൃഷിയിടത്തിലേക്ക് ആവശ്യം ഉപയോഗിക്കാം. ജീവാമൃതം ഒരിക്കലും ആരെങ്കിലും ബോട്ടിൽ ചെയ്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കരുത്. കാരണം അത് ജീവാമൃതം എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ യാതൊരു ഫലവും കിട്ടില്ല. കാരണം അത് ഒരു തത്വം. പക്ഷെ ഘനജീവാമൃതം നമ്മൾ നല്ല ഒരു സൂക്ഷ്മ കാലാവസ്ഥയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 6 മാസം വരെ കാക്കി കുത്തി ഉപയോഗിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ലിക്വിഡ് ജീവാമൃതം ഏറ്റവും നല്ലത് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് 5 ദിവസം വരെ ഏറ്റവും നല്ലതാണ്. മാക്സിമം 7 ദിവസം, അതിലപ്പുറത്തേക്ക് പോയാൽ അതിൻ്റെ അതായത് സാധാരണ രീതിയിൽ 1 ലിറ്റർ ജീവാമൃതം എടുത്ത് 10 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് തലകളിൽ കളിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൃഷിയിടത്തിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ മഴക്കാലത്താണെങ്കിൽ വെള്ളം ചേർക്കുന്നത് നിർബന്ധമില്ല. അതായത് നമ്മുടെ 200 ലിറ്റർ ജീവാമൃതം കൊണ്ട് 1 ഏക്കർ തോട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചാലുകൾ എടുത്ത് ആ ചാലുകളിൽ മെഴുകി വെച്ച് കേൾക്കുന്നുണ്ടോ? ചാലുകൾ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ ചെയ്യുന്ന കൃഷിക്കനുസരിച്ചായിരിക്കും അധികം ചാലുകൾ. ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിൽ കുറച്ച് അടുത്തടുത്ത് ചാലെടുക്കുക, അല്ലെങ്കിൽ അതിനെ നേരിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ പൂവാടിയിലോ അല്ലെങ്കിൽ പന്തലോ വെച്ച് കൊടുക്കാം. ഇനി അതല്ല നമ്മുടെ ദീർഘകാല വിളകളാണെങ്കിൽ ഈ കൃഷിയിടത്തിൽ വെള്ളം നമ്മൾ ഒഴുകി പോകാനത്തേക്ക് ചാലുകൾ എടുക്കുക. ഒരു കുറഞ്ഞത് 10 അടി മുതൽ 15 അടി 20 അടി വരെയുള്ള ചാലുകൾ ആകാം. ആ ചാലുകളിൽ നിന്ന് ഒരു ചാലുകളിൽ നിന്ന് വെള്ളം മറ്റു ചാലിലേക്ക് പോകാതെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരെ എന്ത് ചെയ്യണം, ചെറുണ്ടാവില്ല, തടയില്ലായിരിക്കും. അപ്പോൾ ആ ചാലിൽ ഒഴിക്കുന്ന വെള്ളം അടുത്തേക്ക് പോകരുത്. അപ്പോൾ അതൊക്കെ രീതി നമ്മൾ ഒഴിച്ചിട്ട് ഈ ചപ്പോ കരിയിലോ അതിന് മുകളിലിട്ട് കൊടുക്കാം. വേനൽക്കാലത്താണെങ്കിൽ നനച്ചു കൊടുക്കാം. മഴക്കാലത്താണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മഴ പെയ്യുമ്പോൾ ഈ സൂക്ഷ്മജീവികൾ വളർന്ന് നമ്മുടെ ബാക്കിയുള്ള മണ്ണിലേക്ക് പകർന്നു പോകും. ഇതാണ് എനിക്ക്. അപ്പോൾ സൂക്ഷ്മ കാലാവസ്ഥ നിലനിർത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ ധാരാളം പച്ചിലകളുണ്ടായിരുന്നു. അതാണ് നമുക്ക് ചിലവ് വരും. കരിയില പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്ന് ഇടുക എന്ന് പറയുമ്പോൾ വാങ്ങിച്ച് ചിലവ് വരും. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ധാരാളം കരിയില ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വിളകൾ വ്യത്യസ്തമാവില്ല. അതായത് ഒരു 4-5 ലെയറായിട്ടെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് പലതരം വിളകൾ നമ്മുടെ കാലാവസ്ഥ തെങ്ങുണ്ട്, അതിൻ്റെ ചോട്ട് മാവ് നടാം, അതിൻ്റെ ചോട്ട് പച്ചക്കറി നടാം, ഇഞ്ചി നടാം, വാഴ നടാം. ഇങ്ങനെ ഓരോ വിളകളും കൃഷി ചെയ്യാം. അപ്പോൾ ഒന്നൊന്നും ദോഷമില്ലാതെ നമ്മുടെ സൂര്യപ്രകാശം മുഴുവനും നമ്മുടെ ഓരോ വിളകൾക്കും നമ്മൾ ചെയ്യും. അതായത് സൂര്യപ്രകാശത്തിൻ്റെ ഒരു അവറേജ് കണക്കുണ്ട്. അതിനെ ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് 1000 ക്യാൻഡിൽ ലൈറ്റ് കിട്ടേണ്ട വിളകളുണ്ട്. അതേസമയം 200 ക്യാൻഡിൽ ലൈറ്റ് കിട്ടേണ്ട വിളകളുണ്ട്. അപ്പോൾ തണലിൽ വളരുന്ന വിളകളും
നല്ല സൂര്യപ്രകാശത്തിൽ വളരുന്ന വിളകളും നമ്മൾ ഇടകലർത്തി നടുമ്പോൾ ഈ മണ്ണിലേക്ക് വരുമ്പോൾ സൂര്യപ്രകാശം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ കൃഷിയിടത്തിൽ പോകും. പകരം നമ്മുടെ സൂക്ഷ്മജീവികൾ വളരുന്ന മണ്ണിനെ ഈ വിളകളുടെ കപ്പും ചവറും നിഴലും കരിയില കൊണ്ട് ഇതിനെ മറിക്കുന്നു. അതായത് സൂക്ഷ്മജീവികൾക്ക് വെയിൽ കൊള്ളാനോ അത്യുഷ്ണം സഹിക്കാനോ പറ്റില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കുകയും വിളകൾ കരുത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട വളങ്ങൾ എങ്ങനെ കിട്ടുമ്പോൾ നോക്കാം. കാരണം നമ്മൾ രാസവളങ്ങൾ ഇടുമ്പോൾ ഒരു ചെടി നേരിട്ട് വെച്ചിരുന്നു. ഈ വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ സൂക്ഷ്മജീവികൾ വേണം. സൂക്ഷ്മജീവികളാണ് സൂക്ഷ്മവളങ്ങളെ ചെടികളുടെ വേര് പടലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മജീവികൾ ധാരാളം മണ്ണിലുണ്ടെങ്കിൽ സൂക്ഷ്മമൂലകങ്ങൾ എത്തിച്ചു കൊടുക്കും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, നമ്മൾ ജീവാമൃതം ഒഴിക്കുമ്പോൾ എല്ലാ സൂക്ഷ്മമൂലകങ്ങളും എങ്ങനെ കിട്ടും? സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. നമ്മുടെ മണ്ണിൽ എല്ലാ സൂക്ഷ്മജീവികളും ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ ഗവേഷണ നിലയങ്ങൾ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമൂലകങ്ങളും സൂക്ഷ്മജീവികളും സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിലൂടെ കൃഷി ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഈ അടുത്ത കാലത്ത് ഗവേഷണങ്ങളിൽ തെളിഞ്ഞത്. ആദ്യമൊന്നും അത്രയും ശാസ്ത്രീയ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇനി അതിന് എനിക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷവാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ എനിക്ക് നമ്മുടെ നീലഗിരി ജില്ലയിലെ സ്റ്റേറ്റിൻ്റെ രാഷ്ട്രീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് കർഷകരുടെ ഇടയിൽ നിന്ന് അഭിപ്രായ സർവേ എടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നീലഗിരി ജില്ലയിൽ നടത്തിയ ക്ലാസ്സിൽ നിന്ന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് കൃഷിമന്ത്രി നേരിട്ടാണ് ഈ അഭിപ്രായ സർവേക്ക് വരുന്നത്. അദ്ദേഹമാണ് അത് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഞങ്ങളിപ്പോൾ ഈ തരം കൃഷി ചെയ്യുന്നുണ്ട്. നീലഗിരി ജില്ല ഇപ്പോൾ ഓർഗാനിക് ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിച്ച് അതിനുവേണ്ട എല്ലാ സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഇത് മാത്രം പോലെ സാധാരണ കൃഷിക്കാർക്കും ഈ കൃഷി പഠിക്കുന്ന അടുത്ത തലമുറയിലെ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ നമ്മുടെ സർക്കാർ തന്നെ ഒരു റിസർച്ച് സെൻറ്റർ ആരംഭിക്കണമെന്ന്. ഇതിന് മാത്രമാണ് ശാസ്ത്രീയമായി പഠനങ്ങൾ റിപ്പോർട്ടുകൾ വരും. ഞാനോ എൻജിഒ പഠിക്കുകയോ പലകർജിയോ പറഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളതെങ്ങനെ സ്ഥിരീകരിക്കുന്നു? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമായോ? ഇതിനെന്താണ് തെളിവ്? ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ ഇതിന് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പോൾ അതിനും കൂടെ ഒരു മറുപടി എന്ന നിലയ്ക്ക് ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠ്യപദ്ധതി ആക്കണം. ഒരു റിക്വസ്റ്റ് ചെയ്യാൻ കിട്ടും. എന്തോ നല്ല കാലത്തിന് നമ്മുടെ സർക്കാർ 2022 ഒരു റിസർച്ച് സെൻ്റർ ആരംഭിച്ചു. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ആദ്യത്തെ വർഷം 200 കോടി രൂപ സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനുവേണ്ടി അവതരിപ്പിച്ചു. രണ്ടാമത്തെ വർഷം സെൻട്രൽ ഗവൺമെൻറ് വീണ്ടും ഇത് തുടങ്ങിയതുകൊണ്ട് 200 കോടി രൂപയുടെ 400 കോടി രൂപ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ പഠിക്കാം. കൂടുതൽ അറിയണമെങ്കിൽ അവിടെ പോയി അതിന് ക്ലാസ് കിട്ടും. അതൊക്കെ സൗകര്യങ്ങളുണ്ട്. അത് പണ്ട് കാലത്തേക്കാൾ ഞാനത് പറഞ്ഞതാണ്. ഇന്ന് സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ഇന്ത്യ മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. ആന്ധ്രാപ്രദേശിൽ നിലവിൽ വന്നു. സിക്കിമിൽ ആദ്യത്തെ എന്താ പറയുക ഓർഗാനിക് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു. അവിടെ ഞങ്ങൾ പോയി അവരുടെ കൃഷി രീതികളെല്ലാം കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നത് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ സർക്കാർ പറഞ്ഞ ഉടനെ നടപ്പിലാക്കല്ല ചെയ്യും. ഇതിന് പിന്നിൽ കുറേ കാര്യങ്ങളോട് നടത്തുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെ നമ്മൾ അവസരം കിട്ടുമ്പോൾ സർക്കാർ ശ്രദ്ധയേണ്ട ചില കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായി തെളിഞ്ഞെങ്കിൽ മാത്രമാണ് സർക്കാർ അതിനുവേണ്ടി ഇങ്ങനെ ഒരു റിസർച്ച് സെൻ്ററൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഭാഗം. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം. അപ്പം ഈ കോളേജിൽ പഠിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുടെ റിസർച്ചിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. വിസിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ആ റിസർച്ചിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു വർഷം പഞ്ചാബിൽ അഗ്രികൾച്ചർ സർവകലാശാലയിൽ BSc അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ അവരുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാം തിരഞ്ഞെടുത്തു. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അന്ന് ഈ BSc അഗ്രികൾച്ചറിനാണ് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തത്. അത് ചെയ്ത് അവരുടെ കോളേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ മറ്റു കുട്ടികൾ ചെയ്യാത്ത ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അത് നല്ല മാർക്ക് സ്കോർ ചെയ്തു. വീണ്ടും ആ കുട്ടി MSc പഠിക്കാൻ വേണ്ടി തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്ന ആ സമയത്ത് അവർ വീണ്ടും നാഷണൽ ലെവലിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ പ്രോജക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ദേശീയ ലെവലിൽ 24 യൂണിവേഴ്സിറ്റികളും 59ഓളം സ്റ്റേറ്റുകളും ചേർന്നായിരുന്നു ഈ മത്സരം പങ്കെടുത്തത്. അപ്പോൾ അതിൽ ഈ കുട്ടികളാണ് നാഷണൽ വിന്നറായത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ
ആന്ധ്രാപ്രദേശിൻ്റെ അഗ്രികൾച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇത് വന്നിരുന്നു, ഇനി കുട്ടികൾക്ക് പാഠ്യ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തണം, നാച്ചുറൽ ഫാമിംഗ് ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം വന്നു. അങ്ങനെയാണ് സർക്കാർ അത് പരിഗണിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമുക്ക് നമ്മുടെ ഫാമിലൂടെ പങ്കുവെക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ ചായ, അതായത് ലോകത്ത് ധാരാളം ചായയുണ്ട്. ഓർഗാനിക് ചായയാണ് നമ്മൾ പൊതുവെ രണ്ട് തരം ചായകളാണ്, അതായത് എല്ലാം ഉൾപ്പെടുന്ന ഒരു പറയാതിൻ്റെ കെമിക്കലൊക്കെ ഉള്ള ചായ എന്നും പറയാം. പിന്നെയുള്ളത് കുറച്ചുകൂടെ നല്ല ചായ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ചായയാണ്. പക്ഷെ നമ്മുടെ ചായ ഇത് രണ്ടുമല്ല. നാച്ചുറൽ ടീ എന്ന് പറയും. നാച്ചുറൽ ടീ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ടീ ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള പല വസ്തുക്കളും കൃഷിയിടത്തിൽ ഉപയോഗിക്കും, പലതും വാങ്ങി ഉപയോഗിക്കും. അത് 100% ഓർഗാനിക് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അത് പരിശോധന കഴിക്കുമ്പോഴാണ് ഇത്തരം ചായയിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടോ എന്നത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൃഷിയെല്ലാം ചെയ്ത് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഒരു പരിശോധന വരിക. ആ പരിശോധനയിൽ നമ്മൾ പരാജയപ്പെട്ട ഇത്രയും കാലം ചെയ്യുന്ന എല്ലാ ജോലിയും. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രകൃതി കൃഷിയുടെ പാഠം പഠിച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു മാതൃക എന്താണ്, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാച്ചുറൽ ഫാമിനുള്ള അഡ്രസ് ഉള്ളതുകൊണ്ട് ഇത് പഠിക്കാനും ഇതിനെപ്പറ്റി ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ തന്നെ വളർന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള പല ചായ കമ്പനികളും, അതായത് പിന്നെ XML, അതുപോലെ നെസ്ലെ, ടാറ്റ ടീ, ഒരുവിധം ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ കമ്പനികളും ഞങ്ങളുടെ ഫാം ഒന്ന് കാണാനും പഠിക്കാനും ഒക്കെ വന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായത് ഈ ഒരു ചായയ്ക്ക് ഇങ്ങനൊരു പ്രത്യേകത ഉണ്ടെന്നുള്ള ആ ഒരു കാരണമുണ്ട്. ജർമ്മനിയിൽ നിന്ന് പോലും പഠിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയല്ല, ലോകത്ത് 20 രാജ്യങ്ങളിൽ സെർച്ച് ചെയ്തപ്പോൾ നാച്ചുറൽ ടീ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ഒരു അവാർഡിലേക്കും എന്നെ ഞങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി എത്തിച്ചതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെ ഒരു ആശയം ലോകത്തിന് മുമ്പിൽ ഞാൻ പറയുന്നത് ഒരു ജില്ലയ്ക്ക് വേണ്ടിയോ സ്റ്റേറ്റിന് വേണ്ടിയോ മാത്രമല്ല അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ആശയം എത്തിക്കാൻ പ്രാപ്തനാക്കിയത് എനിക്ക് വളരെ എളിമയോട് പറയാം പാഠശാലയിലാണ് ഈ ക്ലാസ്സാണ് എന്നെ അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് തന്നെ പറയുന്നത് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആരും എന്ന് പറയുന്നത് തന്നെയല്ല. ഞങ്ങളിന്ന് നമ്മുടെ കൃഷികളിലെ ഒരു 30ഓളം പ്രോഡക്റ്റ് PK എന്നുള്ള ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ PK എന്നുള്ള ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി എന്ത് വില തരും എന്ന് ചോദിച്ച് നടക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. കാരണം ഒരു ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കി ആവശ്യക്കാർ നമ്മുടെ അടുത്തേക്ക് വരണം. അതായത് മാർക്കറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നല്ലാതെ മാർക്കറ്റിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം ഒഴിവാണ്. അപ്പോൾ ഇത് കൃഷിക്കാരൻ ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാവരും തെറ്റാണ്. കൃഷി ചെയ്യുന്ന കർഷകരെ വില പറയാനും വിൽക്കാനും അതിനൊരു വേദിയും അതിനുള്ളൊരു കഴിവും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനവരെ പ്രാപ്തരാക്കാനുള്ള സഹായം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ ഞാൻ പറയുന്നത്. വേറെ ഒന്നും ആവശ്യമില്ല. എന്നാൽ എനിക്ക് സർക്കാർ സഹായിച്ചിട്ടുണ്ട് ഇതെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് യൂണിറ്റിൻ്റെ ആകെ സബ്സിഡി തന്നിട്ടുണ്ട്, സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി തന്നിട്ടുണ്ട്, പിന്നെ കുളം കുഴിക്കാൻ സബ്സിഡി തന്നിട്ടുണ്ട്, പാക്കിംഗ് യൂണിറ്റിന് സബ്സിഡി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ പോയി ചോദിച്ചിട്ടല്ല. ഞങ്ങൾ ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഇതാണ് ചോദിച്ചത്. അതിന് വേണ്ടത് ഞങ്ങൾക്ക് ഇത്ര തരാൻ പറ്റും, ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്ര തരാൻ പറ്റും. ഇങ്ങനെ എനിക്ക് തന്നതല്ലാതെ ഒരു കാര്യത്തിനും വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സർക്കാർ നമ്മളിലേക്ക് വരണം. അപ്പോൾ അതിന് വേണം കർഷകൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, സർക്കാരിനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ കർഷകർ എത്തിക്കണം എന്നുള്ളൊരു ബോധ്യം സർക്കാരിനും വരണം. കൃഷിക്കാരൻ നിലനിന്നാൽ മാത്രമേ നമ്മളിനി അങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവരും അതായത് ഭക്ഷ്യക്ഷാമമില്ലാതെ ജീവിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ ശുദ്ധമായ ഭക്ഷണം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് എന്തായാലും ഉണ്ടാകണം. പിന്നെ ഞാൻ ഇനി കൂടുതൽ നേരം പറയണം, നമുക്ക് സമയമുണ്ടോ? ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, നീലഗിരി പഞ്ചായത്ത്, നീലഗിരി ബ്ലോക്ക് അങ്ങനെ വന്നിട്ട് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ വരെ ഇദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാൻ പോയി. ഇത് അറിഞ്ഞ് അതങ്ങനെ പോയിട്ടാണ് സ്റ്റാലിന് ഈ പ്രകൃതി കൃഷിയെ തമിഴ്നാടിൻ്റെ കാർഷിക നയത്തിൽ ഉൾപ്പെടുത്താനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ പ്രാപ്തനാക്കിയതും അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയതും. അപ്പോൾ അതിൻ്റെ പ്രകൃതി കൃഷിയുടെ ഒരുപാട് നന്മകളെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം PH ഫാക്ടർ അല്ലേ, അദ്ദേഹത്തെ
PH ഫാക്ടറി അവിടുന്നൊക്കെ പോയിരിക്കുന്നു. PH ഫാക്ടറി ഒന്നും അല്ല ഇപ്പോഴത്തെ വിഷയം, മനസ്സിലായില്ലേ? മണ്ണിന്റെ PH ലെവൽ പരീക്ഷിക്കാൻ നിങ്ങൾ പോകണ്ട. അത് ഇപ്പോൾ പിന്നെ ലോകത്ത് നമ്മളിപ്പോൾ ആധികാരിക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. മണ്ണിൻ്റെ 3 ഘടകങ്ങളാണ്. 3 ഘടകങ്ങൾ. ഒന്ന് അതിൻ്റെ രീതി, മട്ട്, അതായത് നമ്മൾ ലാറ്ററൈറ്റ് എന്നൊക്കെ പറയില്ലേ, ചരല് കൂടിയത് അല്ലെങ്കിൽ ചെങ്കല് കൂടിയത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റാണ്. രണ്ടാമത്തെ അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷനാണ്. മൂന്നാമത്തെ അതിൻ്റെ ജീവാവസ്ഥയാണ്. അതാണ് നിലനിർത്തേണ്ടത്, അതാണ് പുഷ്ടിപ്പെടുത്തേണ്ടതെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അധികാലമൊന്നും ആയിട്ടില്ല കേട്ടോ, 20 വർഷമേ ആയിട്ടുള്ളൂ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ട്. അതിനും 20 വർഷം മുമ്പ് പലേക്കർ പറഞ്ഞു, 1980-കളിൽ അദ്ദേഹം പറയാൻ തുടങ്ങിയതാണ്. PH ഫാക്ടർ അല്ല പ്രധാനം, PH ഫാക്ടർ അതിന്റെ കെമിക്കൽ കോമ്പിനേഷനാണ്. കെമിക്കൽ കോമ്പിനേഷൻ അല്ല വേണ്ടത്, അതിന്റെ ജീവാവസ്ഥയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ കാര്യം, ഒരു മാധ്യമത്തിൽ കണ്ടതാണ്, മണ്ണിന്റെ PH ലെവൽ ക്ലിയറാക്കാനായിട്ട് ഈ പച്ചക്കക്ക പൊടിച്ച കടക്കക്ക പൊടിച്ചത് ചേർത്താൽ മണ്ണിന്റെ PH ലെവൽ ക്ലിയറാവും. നിങ്ങൾ കണ്ടതാണ്. വാസ്തവമുണ്ടോ ചോദിക്കാൻ പറ്റി മാത്രമാണ്. അല്ലാതെ അതാണ് പറഞ്ഞത്, അതൊരു കച്ചവടം. നോക്കൂ, പ്രകൃതി അതാണ് കമ്പോളമാണ്. പ്രകൃതി കൃഷിയിൽ നമ്മൾ അങ്ങാടിയിൽ നിന്നൊന്നും വാങ്ങുന്നില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് പ്രകൃതി കൃഷിയുടെ അന്തസത്ത എന്ന് പറയുന്നത്, അതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്, അതിൻ്റെ ടെക്നോളജിയുടെ മാറ്റം എന്ന് പറയുന്നത്, കൃഷിക്കാരൻ ഒരിക്കലും അങ്ങാടിയിൽ പോയി കൃഷിയുടെ ആവശ്യത്തിനൊന്നും വാങ്ങിക്കുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോവുകയേ ഉള്ളൂ. ഇത് ഇല്ലാതായത് രാസവള കൃഷി തുടങ്ങിയപ്പോഴാണ്. അത് കഴിഞ്ഞ് ജൈവ കൃഷി വന്നപ്പോൾ ഇത് തന്നെയാണ്. ജൈവവളം നിങ്ങൾ വാങ്ങിക്കാൻ പോകേണ്ടി വരുന്നു. ഇവിടെ ജൈവവളവും വേണ്ടെന്ന്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു നാടൻ പശു മാത്രമാണ്. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുണ്ടാക്കുന്ന മിശ്രിതങ്ങൾ മണ്ണിലിടുമ്പോൾ മണ്ണിൻ്റെ PH ലെവൽ നേരെയാവും. നിങ്ങൾക്ക് പരിശോധിക്കാം ഏത് എൻ്റെയൊക്കെ മണ്ണിൽ. ഇന്നിപ്പോൾ രാവിലെ ഇദ്ദേഹം എന്നോട് അസൂയ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒരു പടല പൂജകതളിയുടെ കാവാണ്. പൂജകതളിയുടെ കായ, പൂജകതളി എന്ന് പറയുന്ന വാഴയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൂജകതളി എന്ന് പറയുന്ന അതിൻ്റെ യാഥാസ്ഥിതിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കൊലയ്ക്ക് മാക്സിമം ഒരു 7 കിലോ തൂക്കമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കിവിടെ ഹിന്ദു സഹോദരങ്ങൾക്കറിയാം പൂജകതളിയുടെ പ്രാധാന്യം ഞാൻ പറയണ്ട. അമ്പലങ്ങളിൽ കൊടുക്കുന്ന ശ്രീമധുരം അല്ലെങ്കിൽ നിവേദ്യത്തിനകത്ത് ഒരു മസ്റ്റാണ് പൂജകതളിയുടെ കായ അരിഞ്ഞതും മരരും ഒക്കെ കൂടിയാണ് കൊടുക്കുക. അത് ഇപ്പോൾ അത് ഒരു പഴത്തിന് മാർക്കറ്റിൽ 10 രൂപ വിലയാണ് ഒരു പഴത്തിന്. അതിനൊരു തൂക്കമുണ്ട്, അതിൻ്റെ ഒരു തൂക്കത്തിൻ്റെ ഒരു പരിധിയുണ്ട്. എത്ര തലകുത്തി നടന്നാലും, തലകുത്തി നിങ്ങൾ കൃഷി ചെയ്താലും ഒരു പൂജകതളി മാക്സിമം 7 കിലോയെ ഉണ്ടാവുള്ളൂ. 7 കിലോ മാക്സിമമാണ്. ഞാനിത് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. നിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ ഇതിലുള്ള ആരോട് ചോദിച്ചു നോക്കിക്കോളൂ. അതിൻ്റെ മണ്ണിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്ന് വളരുന്ന ഒരു പൂജകതളിയാണെങ്കിൽ 7 കിലോയിൽ കൂടുതൽ വരില്ല. ഞാൻ 15 കിലോ തൂക്കമുള്ള 13.5 കിലോ തൂക്കമുള്ള പൂജകതളി എൻ്റെ പറമ്പിലുണ്ടായി. അതിൻ്റെ ചോദിച്ച് ഞാൻ ഒരു തരി വളമൊഴിച്ചതല്ല. മണ്ണ് മാറുമ്പോൾ ഉൽപ്പാദനം കൂടും, ഉൽപ്പാദനക്ഷമത കൂടും, വസ്തുക്കളുടെ തൂക്കം കൂടും, വസ്തുക്കളുടെ ക്വാളിറ്റി കൂടും. ഇന്ന് രാവിലെ എന്നോട് അസൂയപ്പെട്ടതാണ് ഇദ്ദേഹം ആ പടല കണ്ടിട്ട്. പറയൂ, ഇങ്ങോട്ട് വാ. എനിക്ക് ചെറിയ തോന്നി റംബുട്ടാൻ ഞാൻ ഈ വർഷം അത് വലയിട്ടെടുക്കുന്നവർക്ക് തൂക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവര് വലയിട്ടു. ഇത് പറിക്കാൻ വന്നപ്പം അവരൊരു ബോക്സുമായിട്ടാണ് വരുന്നത്, നമ്മുടെ മീൻപെട്ടി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ ബോക്സിനകത്ത് സാധാരണ അവരെടുക്കുന്ന അളവിന് ഇത് പിറക്കി വെച്ച് കഴിഞ്ഞാണ് തൂക്കുന്നത്.
സാധാരണ അവർ വെക്കുന്ന അളവ് തൂക്കുമ്പം അവർക്ക് 17 കിലോയാണ് കിട്ടാറ് പതിവ്. എൻ്റേത് എടുത്തു വെച്ച് കഴിഞ്ഞപ്പം അത് 19 കിലോയായിട്ടാണ് ഫ്ലാഷ് കാണിച്ചിരുന്നത്. അവർക്കുടനെ അവരുടെ ഫ്ലാഷിന് കേടാണ്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഫ്ലാഷ് ഉണ്ട്, എൻ്റെ ഫ്ലാഷേ വെച്ചു. അപ്പോൾ എൻ്റെ ഫ്ലാഷേ വെച്ചപ്പം ഈ 19 കിലോയാണ് കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്താ ചേട്ടാ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ കൃഷിയുടെ രീതി, ഇതാണ് ഞങ്ങളുടെ കൃഷിയുടെ രീതി. ഞങ്ങൾക്ക് വെയിറ്റ് കിട്ടിയ സുരേൻ സാർ പറഞ്ഞപ്പോഴാണ് ഞാനിതിപ്പം ഇവിടെ സാക്ഷ്യം പറയുന്നത്. അപ്പം 2 കിലോ അളവ് 15 കിലോ കിട്ടുന്ന അളവ് ഇവർ വിറക്കി വെച്ചത് നമുക്ക് വന്നപ്പോൾ അത് 17 കിലോ ആയി. നമുക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊക്കോയുടെ കാര്യം അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ സംഭവം നടന്ന ഈരാറ്റുപേട്ടയില് ചിപ്സ് വിൽക്കുന്ന ഒരാൾ, ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരാൾ, അദ്ദേഹം പിന്നെ ഒരു വലിയൊരു രോഗമായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പലചരക്കിന്റെ കൃഷി അങ്ങോട്ട് തുടങ്ങിയ ആ കാലഘട്ടത്തിലാണ്. അപ്പം ആ ഭാഗത്തുള്ള ഒരു കർഷകൻ ഈ പലചരക്കിന്റെ രീതിയിൽ ഏറ്റവും കൃഷി ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കടയിലാണ് അതുകൊണ്ട് കൊടുത്ത് ചിപ്സ് ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രകൃതി കൃഷി രീതിയിൽ എടുത്ത ഏത്തക്കൊലയിൽ നിന്ന് കിട്ടുന്ന ചിപ്സ് മറ്റേ ഇതിനേക്കാൾ കൂടുതലാണ്, ശതമാനം കൂടുതലാണ്. അപ്പോൾ അതിന് തന്നെ തപ്പി നടന്നു. എല്ലാവരും പറ്റി വന്നേരം വ്യാപകമായിട്ട് കൃഷിയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഉൽപാദനത്തിൻ്റെ വെയിറ്റ് കൂടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ല പിന്നെ ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിൻ്റെ തേയില ജർമ്മനിയിൽ വരെ കൊണ്ടുപോയി അവർ പരിശോധന വിധേയമാക്കി. അപ്പം അത് അവർ തന്നെ നേരിട്ട് വാങ്ങിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. ഏതെല്ലാം ലാബറട്ടറി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തേയില പരിശോധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കീബോർഡിൻ്റേത്, ഉവാസിയുടേത്, എല്ലാ ലാബറട്ടറികളിലും അവർ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞാൽ എബ്രഹാം ചാക്കോ, അദ്ദേഹത്തിൻ്റെ നെടുങ്കണ്ടത്തിലുള്ള 60 ഏക്കർ ഏലത്തോട്ടത്തിനകത്ത് അദ്ദേഹം പൂർണ്ണമായും പ്രകൃതി കൃഷിയാണ്. അദ്ദേഹത്തിൻ്റെ അതായത് 4-5 വർഷം മുമ്പ് സ്പൈസസ് ബോർഡ് കേരളത്തിലെ ജൈവ കർഷകരുടെ ഏലക്ക കളക്ട് ചെയ്തു. 15ഓളം കർഷകരുടെ ഏലക്ക കളക്ട് ചെയ്തിട്ട് അവർ പരിശോധിച്ചു. അവരുടെയൊക്കെ ലാബറട്ടറി ടെസ്റ്റുകൾ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ 14 പേരുടെയും ഏലക്ക അവർ മാറ്റിവെച്ചിട്ട് എബ്രഹാം ചാക്കോയുടെ ഏലക്ക 100% ശുദ്ധമാണ്, കെമിക്കൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. പക്ഷേ എഴുതി കൊടുത്തില്ല കേട്ടോ, അവരെഴുതി അവരെന്നിട്ട് വ്യാപകമായിട്ട് അവരുടെ ആൾക്കാർ, ജോലിക്കാരൊക്കെ ക്ലാസ് എടുത്തിടത്തൊക്കെ ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങനെയുടെ ഏലക്ക 100% ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണെന്ന് പറഞ്ഞതേ ഉള്ളൂ, എഴുതി കൊടുത്തില്ല. ഇന്നിപ്പം സ്പൈസസ് ബോർഡിൻ്റെ സെക്രട്ടറി അവിടെ ചെല്ലുന്നുണ്ട്. നോക്കി എന്തൊരു പാടാ, എന്തുകൊണ്ട് അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കില്ല. വല്ല പറയാനുണ്ടോ, സിസ്റ്റർക്ക് പറയാനുണ്ടോ? ഷെയർ ചെയ്യാം. നാടൻ മണ്ണിര എന്നൊരു പ്രയോഗം വന്നു. അത് ഈ പറഞ്ഞിടത്ത് നാടൻ്റെ ഷൂവും ജേഴ്സി പശുവും പോലെ വ്യത്യാസമുണ്ടോ? ഈ രണ്ട് കാര്യം, മണ്ണിരയുടെ കാര്യം 100% വ്യത്യാസമുണ്ട്. അതായത് മറ്റ് മണ്ണിരകൾ എന്ന് പറഞ്ഞാൽ പുറത്ത് അന്യ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തുന്നതാണ്. നാടൻ മണ്ണിര എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പം ഒരുപക്ഷെ അവിടെ രാസവളങ്ങളോ കീടനാശിനിയോ അല്ലെങ്കിൽ മറ്റ് ഈ മണ്ണിരകൾക്ക് വളരാൻ പറ്റാത്ത സാഹചര്യമാണ്. മണ്ണിനടിയിലേക്ക് പോവുക, അല്ലെങ്കിൽ നല്ല മണ്ണിലേക്ക് അത് പോവുകയും ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ജീവാമൃതം തളിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ വളരുകയും ഇവിടെ നശിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നാടൻ മണ്ണ്. അതാണ് നമ്മുടെ മണ്ണിന് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം പറയാം. അതുകൊണ്ട് അത് ലെഡ് കണ്ടന്റ് കൂടുതലാണ്, അതിൻ്റെ കാശത്തിൽ ഈ ലെഡിൻ്റെ കണ്ടന്റ്. മറ്റൊന്ന്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് ജൈവ കൃഷി ഉപയോഗിക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ്. ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് അസിനോഫിറ്റിക എന്ന് പറയുന്ന ഒരു പ്രത്യേക വിലയാണ്. അതിൻ്റെ മാക്സിമം നീളത്തിലാണ്, അതിന് ചുവന്ന കളറാണ്. അത് നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ തർക്കത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചില്ല. ഞാൻ വലിയൊരു ഗോശാലയിൽ പോയി. നാടൻ പശുക്കളുള്ള അവിടെ നാടൻ പശുക്കൾ മാത്രമാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ചാണകവും വേസ്റ്റും എല്ലാം ഇട്ടിരിക്കുന്നിടത്ത് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കൈ നിറച്ച് ഈ വരെയാണ്. അപ്പൊ ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇത് മണ്ണിരയല്ലല്ലോ, ഇത് മണ്ണിരയല്ലല്ലോ. അല്ലല്ലോ, ഇത് മണ്ണിരയാണെന്ന് എല്ലാവരും പറയുന്നു എന്നാണ്. ഇവിടെ മണ്ണിരയെന്നും പറഞ്ഞ് ഇവിടെ നമ്മളെ സർക്കാർ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്തൊക്കെ ഇപ്പൊ ഇവിടെ ആരോ ഇവിടെ രാവിലെ പറയുണ്ടായി, നമ്മളെ ഇന്ന് നിയന്ത്രിക്കുന്നത് സർക്കാരുകളാണെന്ന് പോലും വിചാരിക്കരുത്. സർക്കാരുകളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. ഈ കോർപ്പറേറ്റുകൾ ഒരു ഇന്റർനാഷണൽ അജണ്ടയാണ്, അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ മണ്ണിര ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇവിടെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അദ്ദേഹം പിന്നെ 50,000 രൂപ മുടക്കി. അപ്പം നമ്മുടെ പാപ്പിക്കാൻ പൊൻകുന്നത്തെ പാപ്പിക്കാൻ ഉണ്ടാക്കി, അറിയാമോ? പൊൻകുന്നത്തെ പാപ്പിക്കാൻ ഉണ്ടാക്കി, ഈ ടാങ്ക് ഉണ്ടാക്കി. തെങ്ങിൻ്റെ മണ്ട വരെ പിന്നെ ഈ വില വന്നു. എങ്ങനെയാണ് നാട്ടിലുള്ള? ഇതൊരു അന്ധകനാണ്. ഇതായത് പാശ്ചാത്യ രാജ്യത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്നിടത്ത് പിന്നെ ഇലകളെല്ലാം വീണ് അഴുകാതെ കിടക്കുന്നതിനെ അഴുകിപ്പിച്ച് അതിനെ തിന്ന് മണ്ണിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിയെ നമ്മളുടെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക. നമ്മുടെ ഇവിടുത്തെ ഹ്യൂമസിനെ ഇല്ലാതാക്കുക, മണ്ണിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ജൈവ വസ്തുക്കളെ തിന്നു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മണ്ണിനെ ഊഷരമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയോ അജണ്ടയായിട്ടാണ് നടപ്പിലാക്കുന്നത്. അത് ഇന്നും അതിനെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ബാക്ടീരിയ കൊണ്ട് നമ്മുടെ പച്ചില അഴിക്കാൻ അല്ലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഇലകൾ തിരിക്കാൻ ഒരു വസ്തുവായിട്ട് ഇതിനെ കണ്ടാൽ പോലെ അല്ലല്ല. അതിൻ്റെ കാഷ്ടത്തിനകത്ത് ലെഡ്, കാഡ്മിയം പോലെയുള്ള വസ്തുക്കൾ കൂടുതലുണ്ട്. ഇത് പലേക്കർ തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ ആധാരമായിട്ട് പറയുമ്പോൾ പലേക്കറിൻ്റെ കണ്ടുപിടുത്തങ്ങളെ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കണം. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ബേസിക്കലി ഒരു കർഷക ഗ്രാജുവേറ്റാണ്. അദ്ദേഹം ആദ്യമേ രാസകൃഷി ചെയ്തതാണ്. അതൊക്കെ അതിൻ്റെ ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ആദ്യമേ രാസകൃഷിയാണ് ചെയ്തത് പഠിച്ചു കഴിഞ്ഞിട്ട്. അന്നേരം അദ്ദേഹത്തിൻ്റെ അച്ഛനത്തിന് എതിരായിരുന്നു. അപ്പോൾ 1970 കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ടായി. 80കളായപ്പോഴത്തേക്കൊക്കെ താന്നു കഴിഞ്ഞപ്പോഴത്തേക്കാൾ ആത്മഹത്യയുടെ പക്കത്തിൽ പോയി. അന്നേരമാണ് അദ്ദേഹം പഠിച്ച സമയത്ത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആശ്രയിച്ച ആദിവാസികളുടെ ഇടയിൽ അദ്ദേഹം പോയി താമസിക്കുന്നു 2 വർഷം. സത്പുര എന്ന് പറയുന്ന വനനിരകളിലുള്ള ആദിവാസികളുടെ കൂടെ പോയി താമസിച്ചിട്ട് എന്തുകൊണ്ടാണ് ആദിവാസി കൃഷിയിൽ അപകടങ്ങളില്ലാത്തതെന്നും ഉൽപാദനത്തിൽ കുറവില്ലാത്തതെന്നുള്ളത് അദ്ദേഹം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം നാടൻ പശുക്കളെ അതിൻ്റെ ഒരു മീഡിയമാക്കി എടുക്കുന്നതും ഈ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും വെച്ചുകൊണ്ടുള്ള ഗവേഷണം നടത്തിയത്. എന്നിട്ടാണ് അദ്ദേഹം ഈ ടെക്നോളജി ഉണ്ടാക്കിയെടുത്തത്. അതാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ നടന്നു പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാളൊക്കെ ഒരുപാട് വയസ്സിന് ഇളയതാണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ സംസാരത്തിനൊക്കെ ഇച്ചിരി വിഷമമുണ്ട്. ഇന്ത്യ മുഴുവൻ നടന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ച് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു പൈസ പോലും ഫീസായി വാങ്ങിയില്ല. കേരളത്തിൽ ഏതാണ്ട് 14 വർഷോപ്പുകൾ നടത്തുന്നതിന് ഒരു ഭാഗമാകാനുള്ള ഒരു എനിക്കുണ്ടായി. 14 വർഷോപ്പുകളോളം തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നടത്താനായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു ക്യാമ്പിലും അദ്ദേഹം ഫീസായിട്ട് 5 പൈസ വാങ്ങിയില്ല. എടുത്തു കൊടുത്ത ടിക്കറ്റിലാണ് വന്നത്. എടുത്തു കൊടുക്കുന്ന ടിക്കറ്റ് വന്നു 7-8 ദിവസം ആ ക്യാമ്പിലുള്ളവർ കൊടുത്ത ഭക്ഷണം, അവർ കഴിച്ച ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. 1 മണിക്കൂറൊന്നുമല്ല പഠിപ്പിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8 മണി വരെ ക്ലാസ് എടുക്കുമായിരുന്നു. ഇത് സിക്കിമിൽ അദ്ദേഹം നടത്തിയ ഒരു വർക്ക്ഷോപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി 2 മണിക്കൂർ ചെലവഴിച്ചതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പത്മശ്രീ കൊടുക്കുന്നു. പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒരു കർഷകന്റെ മുമ്പിൽ ഇരുന്ന് 2 മണിക്കൂർ കേട്ടതിന് ശേഷമാണ് കൊടുത്തത്. എല്ലാ ചുമ്മാ കൊടുത്തല്ല. അദ്ദേഹം പറയുന്ന വസ്തുതകൾ എത്രമാത്രം ശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ടീമുണ്ടായിരുന്നാണ് പറയുന്നത് സിക്കിമിലെ ക്യാമ്പിൽ. അത് സിക്കിമിലെ വർക്ക്ഷോപ്പ് കഴിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് വന്നു, മോഡിജി 2 മണിക്കൂർ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ എന്തുകൊണ്ടോ ഇതൊന്നും ഓടി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാലിൻ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അദ്ദേഹം എനിക്ക് ആ കോപ്പി അയച്ചിരുന്നത്. അതിനുള്ള ഒരു തുറവി അവർ കാണിക്കുന്നുണ്ട്. ആന്ധ്രാ സ്റ്റേറ്റിലെ ചന്ദ്രബാബു നായിഡു ഈ തുമ്പൂരിൽ നടത്തിയ, അതായത് തുമ്പൂരിൽ നടത്തിയ വർക്ക്ഷോപ്പിൽ അദ്ദേഹം നേരിട്ട് ചെല്ലുകയാണ്. ചീഫ് മിനിസ്റ്റർ ചെന്നു.
ട്രെയിൻ ചെന്നപ്പോൾ അദ്ദേഹം മണ്ടടിച്ചെന്നാണ് പറയുന്നത്. 10,000-കണക്കിന് കൃഷിക്കാർ ഈ പലയക്കൻ്റെ മുമ്പിൽ ഇരുന്ന് നോട്ടുകൾ കുറിക്കുന്ന അദ്ദേഹം കണ്ടത്. അങ്ങനെയാണ് ആന്ധ്ര സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പോളിസി എടുത്തത്. അത് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ പങ്കെടുത്ത വർക്ക്ഷോപ്പായിരുന്നത്. 10,000-ലേറെ കൃഷിക്കാർ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നിട്ടാണ് രാവിലെ ദിനചര്യകൾ കഴിഞ്ഞിട്ട് ഈ ക്യാമ്പിൽ പോയിരുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്ററായിരുന്നപ്പോൾ മുല്ലക്കര രത്നാകരൻ, ഇനിയിപ്പോൾ എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്താലും എനിക്ക് പേടിയില്ല കാര്യം പറയാം. മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രിയായിട്ടിരിക്കണം. ഞങ്ങൾ ആലപ്പുഴയിൽ 7 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി. അവിടുത്തെ ആ ഗാന്ധി സ്മാരക കേന്ദ്രത്തിൽ 7 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞപ്പം അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ജഗദീശൻ്റെ സ്വാധീനത്തിൽ മുല്ലക്കര രത്നാകരൻ്റെ ചേംബറിൽ 2 മണിക്കൂർ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഈ കൃഷിയെപ്പറ്റി ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ജഗദീശന്, പലയക്കുറിച്ചി, ഞാൻ, നാണുകുട്ടനാർ, ഞങ്ങൾ 4 പേരും മുല്ലക്കര രത്നാകരൻ്റെ ചേംബറിൽ ചെന്നു. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ തലവന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഒരു വലിയ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ളൊരു ഹോളിലാണ്. അപ്പോൾ പലയക്കര അദ്ദേഹത്തിൻ്റെ കൃഷിയെപ്പറ്റി പറയാനായിട്ട് ആരംഭിച്ചു. 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ തടസ്സങ്ങളായി. ഈ ഡയറക്ടർമാരും ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അവർ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ ഒരു മിനിസ്റ്റർ ഈ ഓഫീസേഴ്സിനോട് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. ഞാൻ കഥയുണ്ടാക്കി പറയുന്നില്ല, ഞാനിത് സാക്ഷിയാണ്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഒരു മിനിസ്റ്റർ ഓഫീസേഴ്സിനോട് പറയാണ് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാൻ അല്ല പറയുന്നത്, അദ്ദേഹം ഒന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കും എന്നാണ് പറയുന്നത്. കേരളത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത് പോകാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവിടെ കച്ചവടമില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങാടിയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. ആകെ നിങ്ങൾ വേണ്ടിയത് ഒരു നാടൻ പശുവാണ്. നാടൻ പശു ഇല്ലാതെ പലയക്കയുടെ കൃഷി സാധ്യമല്ല. ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഇപ്പം അതിൻ്റെ വേറെ ഒരുപാട് വേഷം വരുന്നുണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ലെവലിൽ വേറെ മൈക്രോബുകളെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് കുപ്പിക്കകത്താക്കിയിട്ട് വിൽക്കുന്ന പരിപാടിയൊക്കെ വരുന്നുണ്ട്. നേരത്തെ സാർ ചോദിക്കുന്നത് നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് പരിശോധിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ജയിച്ച് പറഞ്ഞല്ലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഒരു കച്ചവട ലോബിയെ വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമല്ല ഇത്. കൃഷിക്കാരും കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് കണ്ടെത്തും. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ എങ്ങനെ pH ലെവൽ മാനേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ രാസവളങ്ങളും ഉപയോഗിക്കുമ്പോൾ pH ലെവലിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് ഓരോ പ്രാവശ്യം രാസവളം ഇടുമ്പോഴും pH ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വേണ്ടി എന്ന് പറയും നമ്മൾ ഇപ്പോഴും കുമ്മായം വെക്കണം. കുമ്മായം ഇടുമ്പോൾ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ കുമ്മായം നമ്മൾ പറഞ്ഞത് വരുമ്പോൾ pH ലെവൽ ക്രമീകരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സൂക്ഷ്മജീവികളെ കുമ്മായം നേരിട്ട് വരുമ്പോൾ ഈ കുമ്മായത്തിൻ്റെ കാഠിന്യം കൊണ്ട് സൂക്ഷ്മജീവികൾ നടത്തും. വീണ്ടും സൂക്ഷ്മജീവികളെ വളർത്തണമെങ്കിൽ നമ്മൾ ഒന്ന് വന്ന് വീണ്ടും തുടങ്ങണം. അപ്പം അങ്ങനെ ഒരു മണ്ണിൽ കുമ്മായം ഇടുന്നത് അത്ര നല്ലതാണ്. പകരം രാസവളം നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴോട്ട് പോകുന്നത് കുറഞ്ഞ് കുറഞ്ഞ് അത് കൂടിക്കൊണ്ടിരിക്കും. അതായത് നോട്ടിലേക്ക് വരാൻ അധികം കാലമൊന്നും വേണം, ഒറ്റ ദിവസമൊന്നും നടക്കണം. അപ്പം അതിനുള്ളൊരു വിദ്യ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ മുതൽ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ കൃഷിയിടം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കൃഷിയിടത്തിൽ വണ്ടുകൾ, ഞണ്ടുകൾ, പിന്നെ അതുപോലെ ധാരാളം ഓടുള്ള, അതായത് കക്കയുള്ള ഒരുപാട് ജീവികൾ വളരുന്നുണ്ട്. ഇതെല്ലാം വീണ്ടും കക്കയിന് ശേഷം ഈ തോടുകളെല്ലാം മണ്ണിലേക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഒരു 3 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ മണ്ണ് 100% ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യുത്പാദന ശേഷിയുള്ള രീതിയിലേക്ക് മാറും. അത്രയും നേരം നമ്മൾ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എവിടെ എന്ത് നട്ടാലും അതിന് വേണ്ട എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ആ മണ്ണിലുണ്ട്. അത് ആവശ്യപ്പെടും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ബിസ്ക്കറ്റ് വയ്ക്കുന്നു, പാല് വയ്ക്കുന്നു, ബിരിയാണി വയ്ക്കുന്നു, ഏറ്റവും ഇഷ്ടമുള്ളത് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ സദ്യക്ക് ചിലപ്പോൾ 10-15 കൂട്ടം നമ്മൾ മുന്നിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാറ് എന്നതുപോലെ ഓരോ വിളകളും അവർക്ക് എന്താണോ ആവശ്യം അതാത് വിളകൾക്ക് ആവശ്യമുള്ളത് മണ്ണിൽ നിന്ന് പരിശീലിക്കുക. അവിടെ നമ്മളൊന്നും സെപ്പറേറ്റ് അതായത് തരംതിരിച്ച് നെല്ലിനെത്ര, വാഴയ്ക്കെത്ര, കുരുമുളകിനെത്ര എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മണ്ണിനെ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതി കൃഷിയുടെ ഒരു ഭാഗം. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ക്ഷമയോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെപ്പറ്റിയും പേടിക്കേണ്ട, പുറകോട്ട് തിരിഞ്ഞു നോക്കണം. കാരണം ഒരിക്കലും കൃഷി നഷ്ടമല്ല. കൃഷി കൊണ്ട് സമ്പന്നനാകാം, സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാം. അതാണ് എനിക്ക് അതെ ഞങ്ങളുടെ
ഏക്കറിൽ നിന്ന് നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 64 കിലോ മുതൽ 66 കിലോ വരെ കിട്ടുന്നു. പക്ഷെ നമ്മൾ കൃഷി ചെയ്ത നെല്ലിൽ നിന്ന് 73 കിലോ കിട്ടും. തന്നെയല്ല ആ നെല്ലിന് പതിരില്ല. ഒരേക്കറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 2200 കിലോ ആദ്യത്തെ വർഷം കിട്ടി, പിന്നത്തെ വർഷം 2300 കിട്ടി, പിന്നെ 2400 ഇത്രയും ഞങ്ങൾക്ക് കിട്ടി. ഈ 2400 കിലോ നെല്ല് ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെ പുഴുങ്ങി ഉണങ്ങി കുത്തി പാക്കറ്റിലാക്കി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. 1 കിലോയ്ക്ക് ഞങ്ങൾ അവിടെ 80 രൂപ കിട്ടുന്നു. കൃഷി നഷ്ടമാണോ എന്ന് കൃഷി ചെയ്തത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ പറയാം. ഇത് എൻ്റെ അനുഭവമാണ്. കൃഷി ചെയ്ത നഷ്ടമില്ല. അതിന് ഞങ്ങൾ എവിടെ നിന്നും ഒരു സബ്സിഡിയോ ആനുകൂല്യമോ വാങ്ങിയില്ല. ചിലവ് കയ്യിൽ നിന്ന് എടുക്കുന്നു, നെല്ല് കുത്തി അരിയാക്കി വിറ്റ് ആ പൈസ നമ്മുടെ ചിലവ് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഭക്ഷണവും ഞങ്ങളുടെ കന്നുകാലിക്ക് വൈക്കോലും ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഒന്നോട് എല്ലാം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടമല്ല. അതെ അതെ. ജോസിയേട്ടൻ നാടൻ വിത്താ ജോസിയേട്ടനല്ലോ.